ചേട്ടാ നെറ്റ് ഷോപ്പ് ഉണ്ടോ? ആ ഉണ്ടല്ലോ. എന്നാൽ നെറ്റ് ഷോപ്പ് എടുത്ത് ചേട്ടൻ കൈ നന്നായിട്ടൊന്ന് കഴുകി പോടേ പോടേ പോടേ. നീ പറ. യാതൊന്നും മനസ്സിലാകുന്നില്ല. ആ ടിന്റു മോനെ, നീ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് എന്തായി? ആശ എന്നെ പറഞ്ഞിട്ട്. കാര്യം എന്താ? ആശ എന്നെ പിടിച്ച എന്നിട്ട് ഫസ്റ്റ് അങ്ങോട്ടൊന്ന് വെച്ച് ഞാൻ പറഞ്ഞ ഫസ്റ്റ് മാമന്റെ വീട്ടിലേക്ക്. അപ്പൊ എന്റെ പെണ്ണിലേക്ക് പിടിച്ച് തള്ളു. കൊള്ളാം. ഇതിനെയൊക്കെ തള്ളി വിട്ടില്ലെങ്കിൽ അതിശയുള്ളൂ. നമ്മെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇതെന്താ SMS-ഓ? മാവേലി തിരുമേനിക്ക് ഓണാശംസകൾ. സ്നേഹത്തോടെ ടിന്റുമോൻ. ഒരാളെങ്കിലും കേരളത്തിൽ നമ്മെ ഓർത്തല്ലോ. സന്തോഷായി സന്തോഷായി. വീണ്ടും SMS-ഓ? ഹാപ്പി ഹർത്താൽ. ഹാപ്പി ഹർത്താലോ? പണ്ടൊക്കെ ഞാൻ കേരളത്തിൽ പോകുമ്പോ അവിടെ ബന്ധായിരുന്നു. ഇപ്പൊ അത് മാറി ഹർത്താലായി. വീണ്ടും ഹാപ്പി ഹർത്താൽ. കേരളീയരെന്താ ഹർത്താൽ ആഘോഷിക്ക? എടാ ഊപ്പേ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട് നീ ഇല്ലാതെ കേരളത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന്. എങ്കിൽ കേട്ടോ, ഇത്തവണ ഞാൻ ഒറ്റയ്ക്കാ കേരളത്തിലേക്ക് പോണത്. അവിടെ എന്റെ ടിന്റുമോനുണ്ടല്ലോ. ഇവിടെ എങ്ങും ആരും കാണില്ലല്ലോ. അതെങ്ങനെ? കേരളത്തിൽ ഇപ്പൊ പട്ടിണി ദാരിദ്ര്യമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും എല്ലാ ദിവസവും ഓണല്ലേ? ഓണം. അങ്കിലോ? ആരാത്? ആരാത്? ടിന്റുമോനെ, നീ എവിടെയാ? തൊട്ടു പിന്നെ എന്താ ഇത്? എനിക്ക് വേണ്ട. എടാ, മഹാബലിയുടെ മുമ്പിൽ നിന്നാണ് ബീരിക്ക് തീ കൊടുത്തത്. നീ ആള് കൊള്ളാലോടെ ടിന്റുമോനെ. അല്ല, നീ എന്തിനാ എനിക്ക് SMS അയച്ചേ? പക്ഷേ ഓണമായതിന്റെ അലകളൊന്നും അവിടെ എത്തിയില്ല. പണ്ട് ഓണനിലാവിന്റെ കൈകുട്ടിക്കളി കേട്ടിട്ട് നമ്മളിങ്ങനെ യാത്ര തുടങ്ങണേ. പിന്നെ കൈവെട്ടിക്കളിയോ? എന്താ ഇവിടെ ഈ കാണണേ? ഇതാ അത്തപ്പൂ.
ടിന്റുമോനെ എന്റെ പഴയ കാലത്തെ ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ടിന്റുമോനെ ഒത്തിരി ഉണ്ട് പറയാൻ. എന്താ ഇത്? ആ വീട്ടിൽ കുറെ ഭീകരന്മാരെ ഒളിച്ചിരിക്കാണ്. ആര് പറഞ്ഞു? ആരും പറയണ്ട, കുറെ നാളായിട്ട് ആ വീട്ടിൽ കുറെ ഭീകരന്മാരെ ഒളിച്ചിരിക്കാണ്. ആണാ? ദേ, ഇല്ലേ? ടിന്റുമോനെ നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. മാമന് ധൈര്യമായിട്ട് നിൽക്ക്. ഏ? ആ കാഴ്ച നമുക്ക് നേരിട്ട് കാണാം. ഹാ. എന്റെ ദൈവം ആരോഗ്യം കൂടില്ല. ഇവൻ തിരിച്ചതല്ല ആരോഗ്യമുള്ളവന്മാരെ കണ്ടുപിടിക്കണം. ഇതിനകത്തോ ദൈവമേ, കണ്ണ് തള്ളിപ്പോണല്ലോ. അവന്മാർ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ. അവന്മാർ ഇവിടെ തന്നെ ഉണ്ട്. അവന്മാരുടെ കയ്യിൽ സകല മാരകായുധങ്ങൾ കാണുമല്ലേ? അവന്മാരുടെ സ്മാരകായുധങ്ങളെല്ലാം ഉണ്ട്. എന്റെ പൊന്നി എങ്ങാതി ഈ ചൂടന്റെ അരിപ്പി അങ്ങോട്ട് വിട്ടേ. ഇതിനകത്തോടെ നോക്കിട്ടെ, പണ്ട് കൈക്കൂലി കേസിൽ ഞാൻ അകത്ത് പോയിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകണായിരുന്നു. എന്നാലും ഞാനെന്ത് ചെയ്യൂടാ? ഞാനിപ്പോ എന്താ ചെയ്യണമെന്ന് ആലോചിക്കുന്നു. സെർച്ച് ചെയ്യാം. മാറ്റി പിടിക്കടാ. ഞാനെന്നാ മൂത്ത കയറി മീനോ? നെറ്റിന്റെ പുറത്ത് ഒപ്പിച്ചിട്ടുണ്ട് ഇവിടെ. വയറ് കാരണം കയറാനും പറ്റില്ല പിണ്ണാക്ക്. അയ്യോ കമാൺ. അതൊക്കെ പോ. ഞാൻ ധീരതക്കുള്ള മെഡൽ മേടിക്കും. കമാൺ ഫോളോ മീ. രാത്രിയുടെ പിച്ചളെ ഇപ്പൊ തെറിച്ചു പോയതിന്. ഞാൻ പിടിക്കും ഞെരിക്കും. ഞാൻ പൊറോട്ടയ്ക്ക് മാവ് കൊടുക്കാൻ കുഴപ്പമില്ല. വർഷോപ്പ് പണിക്കാരെ അപ്പൂപ്പനും ഉമ്മൂമ്മ അതോ ടാഗിനിയും കുട്ടൂസിനും എന്തായാലും ഉമ്മാരെ പിടിച്ചിട്ട് തന്നെ ബാധിക്കാതെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ചുടുകെട്ടക്കെറിഞ്ഞ് നടു തളർത്തിയിട്ട് അറസ്റ്റ് ചെയ്യാം. അപ്പൊ പിന്നെ തിരിച്ചവന്മാരൊന്നും ചെയ്യില്ല. അയ്യോ താഴെ പോയിന്. തച്ചോളി ഒരെന്റെ കൂട്ട് വരാതെ വേഗം വന്ന് അറസ്റ്റ് ചെയ്യാൻ നോക്കടാ. തീവ്രവാദികളെ കീഴടങ്ങണം, ഇല്ലെങ്കിൽ ഞങ്ങൾ വെടിപൊട്ടിക്കും. സാറേ, വെടിവെക്കാൻ നമ്മുടെ ഈ തോക്കുണ്ടോ? ഓ ഈ ഭ്രാന്തൻ. എടാ, നമ്മുടെ കയ്യിൽ തോക്കില്ലെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. അവരോട് പറഞ്ഞ അവർ ചിലപ്പോ കീഴടങ്ങിയാലോ. ഓ സാർ, ഇപ്പൊ തോക്കില്ലെന്ന് പറഞ്ഞ കാര്യം ലോകത്തിലുള്ള എല്ലാ തീവ്രവാദികളും കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. എങ്കി വാ. ടോമും ജെറിയും പോണായിരുന്നു. പിടിച്ചേ, തീവ്രവാദികളെ പിടിച്ചേ. മാറ്റടാ, നിന്റെയൊക്കെ മൂടുപടം അങ്ങ് മാറ്റടാ. അയ്യോ എന്റെ പൊന്നു സാറേ, ഞങ്ങൾ തീവ്രവാദികളല്ല. തീവ്രവാദികളല്ല. പിന്നെ നീ ആരാ? ഞങ്ങൾ അർജന്റീനയുടെയും ബ്രസീലിന്റെ ആരാധകന്മാരാ. നിങ്ങൾ അതിനകത്ത് കയറിയത്? എന്റെ പൊന്നു സാറേ, അവരൊക്കെ തോറ്റുപോയല്ലോ സാറേ. പുറത്തിറക്കാൻ നാണക്കെടായിട്ട് അതിന്റെ വേളി കയറിയിരിക്കുക. അല്ലാതെ ഞങ്ങൾ തീവ്രവാദികളല്ല സാറേ. വേൾഡ് കപ്പിൽ ഇന്ത്യക്കാരന്റെ സ്ഥാനം ഏറെ അകലെയാണെങ്കിലും ഈ ഫുട്ബോളിന്റെ പേരിൽ തമ്മിൽ തല്ലും തലകീറലും പോലീസിന് പണിയുണ്ടാക്കുന്ന കാര്യത്തില് ഇന്ത്യക്കാരൊന്നാമതാ. അങ്ങനെയാണെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ഓട്ട മത്സരത്തിൽ സ്വർണ്ണമെഡൽ എനിക്കാ കിട്ടിയത്. അതെങ്ങനെ സാധിച്ചു ടിന്റുമോനെ? എന്റെ സ്വർണ്ണമെഡൽ താഴെ പോയി. അത് എനിക്കാ കിട്ടിയത്. നീ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണല്ലോ ടിന്റുമോനെ. നീ സ്പോർട്സിലേക്ക് വന്ന സ്പോർട്സിൽ റെക്കോർഡ് ഇടും ഉറപ്പാ? റെക്കോർഡൊക്കെ ഞാൻ നേരത്തെ ഇട്ടതാ. സ്പോർട്സിലോ? അല്ല, പിന്നെ എന്റെ വീടിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ രാവിലെ ഞാനാ റെക്കോർഡ് ഇടുന്നത്. ഇത് ഞാൻ പണ്ട് കേട്ടൊരു കൗണ്ടർ എങ്കിലും നീ മിടിക്കണ കേട്ടോ. നീ ഇങ്ങനെ SMS മാത്രം കണ്ടുപിടിക്കാതെ മറ്റെന്തെങ്കിലും കണ്ടുപിടിച്ചൂടെ നിനക്ക്? മറ്റെന്തെങ്കിലും എന്ന് പറയുമ്പോ മറ്റെന്തെങ്കിലും എന്ന് പറഞ്ഞാല് വിവിധ തരം കണ്ടുപിടുത്തങ്ങളില്ലേ? കണ്ടുപിടുത്തത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു അമ്മാവനുണ്ട്. അമ്മാവന്റെ കണ്ടുപിടുത്തവും വാനനിരീക്ഷണവും അവനക്കറിയാം എന്താണെന്ന്. വാനനിരീക്ഷണോ? അതെന്താ അത്? വാ, നമുക്ക് നേരിട്ട് കണ്ടുകളയാം. എങ്കിലത് കണ്ടു കളയല്ലേ. യുറേക്ക, യുറേക്ക. ഞാൻ കണ്ടുപിടിച്ചേ. ഞാൻ കണ്ടുപിടിച്ചു. ഇത് ഞാൻ ഈ ലോകം മൊത്തം വിളിച്ചു പറയും. അയ്യോ, വിളിച്ചു പറയരുത്. ഇനി ഞാൻ വലിക്കില്ല. ഇനി സിസ്റ്റർ വലിക്കില്ല. സിസ്റ്റർ വലിച്ച കാര്യമല്ല. എടാ, ഈ വില്യം ബെർണാഡ് പുതിയ ഗ്രഹം കണ്ടുപിടിച്ചു. ദൈവമേ, കണ്ടുപിടിച്ചോ? പറയൂ. എടാ തോമസ്, സാബുദേങ്ങ് വന്നാലേ സാരദേ മരം. എടാ, അങ്ങോട്ടല്ല, ഇങ്ങോട്ട് വിളിക്കാൻ. തോമസ് സരസു സരളേ ഇവിടെ. എടാ പിന്നാലെ അതല്ല പറഞ്ഞത്. എടാ മറ്റേതില്ല, അങ്ങോട്ട് തിയേറ്ററിലേക്കാണോ? മറ്റേ അങ്ങോട്ട് അതവിടെ അതിൽ കാശില്ല. കണ്ടുപിടിച്ചു ഗ്രഹം. വേഗം വിളിക്ക്. ഹലോ, മറ്റേ സെന്റർ അല്ലേ? മറ്റേ മിലുമാമറ മാമന്റെ സാറിന്റെ പേരെന്നാ?
സാറത്ത് മറ്റത് കണ്ടുപിടിച്ചെന്നാ മറ്റിപ്പോ വന്നാ കാണാം. എപ്പോ വെച്ചാ കൊള്ളാം. എപ്പോ വെച്ചാലും എവിടെ വെച്ചാലും ഏതെടുത്താലും 10 രൂപ. വരാൻ പറയാനോ വന്നവരോടൊക്കെ. സാറേ വേഗം പോരെ ഇങ്ങട്. ചേടാ ഇതിനകത്ത് ബാറ്ററി ഇല്ലായിരുന്നല്ലേ ഇതിനകത്ത്. തല്ലിയാ കൊല്ലി ഞാൻ. ഓടി വാടാ സാറിന്റെ ഗ്രഹം കണ്ടുപിടിച്ചത്. കണ്ണിൽ ഉറുമ്പ് ആയിട്ട് ഊതാൻ പറയില്ല. എടാ 190 ഡിഗ്രി ചെരിക്കടാ. 190 ഡിഗ്രി ചെരിക്ക്. വടക്കോട്ട് പിടിയടാ. വടക്കോട്ട് പിടി. നോക്ക് നോക്ക് കാണാ. കണ്ടാ 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 ചുവന്ന് തൊടുത്ത്. ഞാൻ കണ്ടുപിടിച്ച ഗ്രഹം കത്തി ജ്വലിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ സൈഡില് ഞായറന്ന്. ഞാൻ കണ്ടുപിടിച്ച ഗ്രഹത്തിന് പുതിയ പേര് കിട്ടിയിരിക്കുന്നു. ഞായർ ഗ്രഹം. പക്ഷെ അതിന്റെ സൈഡിലെ പൂരുരുട്ടാതി ഉത്രട്ടാതി മകം എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. ഉത്രട്ടാതിനാകോ മാർഗ ഞാൻ നോക്കട്ടെ. ഇതാരുടെ കലണ്ടർ കെട്ടി പുതിയ അതൊക്കെ പോട്ടെ. ഞാൻ നിങ്ങളോടായതുകൊണ്ട് ഒരു സത്യം പറയാം. നിങ്ങൾ ആരോടും പുറത്ത് പറയില്ല. ഇതുവരെ ഞാൻ പബ്ലിഷ് ചെയ്യാത്തൊരു രഹസ്യമാണ്. ഞാൻ പുതിയതായി തകർന്ന് തരിപ്പണമായ ഒരു ഗ്രഹം കണ്ടു. തകർന്ന് തരിപ്പണമായ ഗ്രഹം പുറത്തുപോയി പറയരുത്. കാണണോ? കണ്ടോ? തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഗ്രഹം. അതൊരു വീട് തകർന്ന് കിടക്കണല്ലേ? അത് തന്നെ. കഴിഞ്ഞ കാറ്റത്തും മഴയത്തും രമണിയുടെ വീട്ടിലേക്ക് ഒരു തെങ്ങ് വന്ന് വീണിട്ട് വീട് തകർന്ന് തരിപ്പണമായി പോയില്ലേ? ഇതിനാണ് ഗ്രഹം എന്ന് പറയുന്നത്. എടാ പിന്നെ വീടിന് ഗ്രഹം, ആലയം, അങ്ങനെ പലതും പറയും. വീടിന്റെ പര്യായമാണ് ഗ്രഹം. മനസ്സിലായോ? അല്ല പിന്നെ ശാസ്ത്രജ്ഞന്മാരുടെ വിലകളെയാന്ന് പോട്ടെ. വീടിന്റെ കട്ടമ്പടം മടങ്ങി. അതല്ലേ ഈ ചിറാപുഞ്ചിയിലൊക്കെ മഴയുണ്ടോ? എവിടെ? ചിറാപുഞ്ചിയിലേ. അതെവിടെയാ? ചിറാപുഞ്ചി നമ്മുടെ മിസ്റ്റഡിയിലെ. ആവശ്യമുള്ള കൂടി നോക്കല്ല. ചിറാപുഞ്ചി അല്ലേ? ചിറാപുഞ്ചി. ഹലോ, പഞ്ചായത്തിന്റെ. ഞാനാണ് ബെർണാഡ് ശാസ്ത്രജ്ഞൻ. സുഖാണ്. പിന്നെ അവിടെ കണ്ടു വിശേഷം? സുഖമല്ലോ അല്ലേ? പിന്നെ ഞാൻ വിളിച്ചതേ, നമ്മുടെ ചിറാപുഞ്ചിയിൽ മഴ ഉണ്ടോ? ഇല്ലേ? ഓക്കെ. ഇല്ലടാ, മഴയില്ല. ചിറാപുഞ്ചിയിൽ മഴയില്ലേ? സാറിന്റെ വർത്താനം പറഞ്ഞ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴയുള്ള സ്ഥലമാണ് ഈ ചിറാപുഞ്ചി. എടാ, മഴ കാത്തു നിൽക്കുന്ന ഒരു വേഴാമ്പല് ചിറാപുഞ്ചിയിലുണ്ട്. അവനോടാണ് ഞാൻ ഈ ഫോണിൽ വിളിച്ചു ചോദിച്ചത്. അവനാണ് പറഞ്ഞത് മഴയില്ലെന്ന്. മനസ്സിലായോ? നിന്നെയൊക്കെ ആരുടെ ശാസ്ത്രജ്ഞനാക്കിയത്? നമസ്കാരം. നമസ്കാരം. ആരാ നിങ്ങൾ? ഞങ്ങൾ ഈ ശാസ്ത്രജ്ഞനാകാൻ വേണ്ടി പഠിക്കാൻ നടക്കണ പിള്ളേ. സാറ് കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയെന്ന്. സാർ, എനിക്കൊരു സംശയമുണ്ട്. ഈ ശാസ്ത്രജ്ഞനാകാനായിട്ട് ആദ്യം വേണ്ടതെന്താ? ആദ്യം നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു കോട്ട് വേണം. പിന്നെ ഇതുപോലത്തെ ഒരു ഊശന്താടി വേണം. ഇത് രണ്ടുണ്ടോ? ഇല്ല. സാരമില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. പിന്നെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചാൽ പൂർണ്ണമായിട്ടും ഒരു ശാസ്ത്രജ്ഞനായി മൊട്ടയിൽ നിന്ന് വിരിഞ്ഞ് പുറത്തിറങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് പൂട്ടുകൾ തുറക്കാൻ പഠിക്കണം. എന്താണ്? പൂട്ടുകൾ തുറക്കാൻ പഠിക്കണം. ഗ്രഹം കത്തുവാട്ടോ. കത്തി മറിയ ഗ്രഹം. അപ്പൊ നിങ്ങള് സംശയങ്ങളോ കാര്യം, നിങ്ങൾ പിള്ളേരാണോ? അതെ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? എവിടെ പഠിക്കുന്നത്? ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ. അതെവിടെയാ? ലണ്ടനിലോ? അവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ അവിടെ നല്ല പഠിപ്പില്ല. നല്ല സ്കൂളാണോ? നല്ല സ്കൂളാണ്. പള്ളിയിലച്ചന്മാര് പഠിക്കുന്ന സ്കൂളാണ്. അവിടെ എംപോസിഷൻ ഒക്കെ ഉണ്ടോ? കേട്ടെടുത്തോ? എന്റെ പൊന്നു മക്കളെ, വെറുതെ പൈസ കളയണ്ട. നിങ്ങൾ ഞായറാഴ്ച സൺഡേ സ്കൂളും കഴിഞ്ഞ് എല്ലും കപ്പയൊക്കെ കുഴച്ച് വെച്ച് കഴിച്ചേച്ച് ഇങ്ങോട്ട് പോരെ. ഞാനിവിടെ ഉണ്ടാവില്ല, സാറ് പഠിപ്പിക്കും. ഞാൻ പഠിപ്പിക്കും. സാറ് പഠിപ്പിക്കും. പിന്നെ അങ്ങനെയാണ് സാറിനോട് എനിക്കൊരു ചെറിയ സംശയം ചോദിക്കാൻ. സാർ, നമ്മുടെ ഈ ഭൂമിയുടെ അടിയിൽ ഈ ലാവ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്? വെള്ളത്തുള്ളി. ഭൂമിയുടെ അടിയിൽ ലാവ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ലാവയോ? ഭൂമിയുടെ അടിയിൽ ലാവ പോയിട്ട് ഉലുവ പോലും ഇല്ല. എടാ, ഭൂമിയുടെ അടിയിലുള്ള ഒരേ ഒരു സാധനമാണ് മണ്ണര, ഞാഞ്ഞൂലി. നമ്മുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് പാത്രം കാണുന്ന സ്ഥലമില്ലേ? അവിടെ ചെന്നിട്ട് ഈ തള്ളവരലൊന്നും തട്ടി കൊടുത്താണ്ട് ഞാഞ്ഞൂലി ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ്. അപ്പൊ ഭൂമിയുടെ അടിയിലുള്ളത് എന്താണ്? അതോടൊപ്പം നമ്മൾ എന്ത് പഠിച്ചാലാണ് ശാസ്ത്രജ്ഞന്മാരാകുന്നത്? പകുതി അവർ പഠിച്ചു. ഞങ്ങൾക്ക് വേറൊരു സംശയം. എന്താ? ഈ ഭൂമി കുലുക്കം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഭൂമി കുലുക്കം അതൊക്കെ നിസാര സംശയം. അതിനൊന്നും ഞാൻ മറുപടി കാര്യമില്ല. ഇവൻ പറയും. പറഞ്ഞോളൂ. ഞാനോ? മക്കളത് ഈ ഭൂമി കുലുക്കം എന്ന് പറയുമ്പോൾ ഈ ഭൂമി ഇങ്ങനെ ചുറ്റുന്നത് ഒരു അച്ചുതന്റെ പുറത്താണ്. അച്ചുതണ്ടിന്റെ പുറത്താണല്ലോ. ഈ അച്ചുതണ്ടിന്റെ താഴെയുള്ള വയറിംഗ് ഉണ്ടല്ലോ. ഈ വയറിംഗിന്റെ ഉള്ളിലെ ബോൾസുകൾ പൊട്ടുമ്പോൾ
ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ചലനത്തെയാണ് നമ്മൾ ഭൂമികുലുക്കം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഭൂമികളൊക്കെ ഉണ്ടാകുന്നത് തടയാൻ തടയാൻ മാർഗമുണ്ട്. പിന്നെ അതായത് ഈ ആന കുത്തി അല്ല ആരും വലിച്ച പൊട്ടാത്ത വടമില്ല, വടം. ഈ വടം നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഭൂമിനെ അച്ചോണ്ടിനെ ചേർത്ത് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റണം. അതായത് ഈ പമ്പരത്തിൽ നൂല് ചുട്ടണ പോലെ എന്ന് പറഞ്ഞ പോലെ ടൈറ്റ് ചെയ്ത് അങ്ങ് ചുറ്റിയിട്ട് ഒരറ്റം ചൊവ്വയിലേക്കും മറ്റേ അറ്റം ശുക്രനിലേക്കും വലിച്ചങ്ങ് ടൈറ്റ് ചെയ്ത് കെട്ടണം. അപ്പൊ പിന്നെ ഭൂമി അനങ്ങൂല. അനങ്ങൂല. അല്ല, ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ട്? വേറെ എന്ന് പറഞ്ഞാ പിന്നെ ഈ പൂള്, അതായത് ആ പാപ്പ് ഭൂമി ക്യാപ്പ് വെക്കുന്ന ഇടപാടുണ്ട്. അതൊരു പ്രാവശ്യം ഞാൻ പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടു പോയതാണ്. അതായത് ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ കയറി നിന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റൂല. ബാലൻസ് ചെയ്താലാണ് നമുക്ക് ആപ്പ് വെക്കാൻ പറ്റൂല. പേപ്പറിലുണ്ടായിരുന്നു. പിന്നെ ഈ ഉന്നം തെറ്റിയാപ്പ് അല്ലെങ്കിൽ പാളം തെറ്റിയാപ്പ് എന്റെ ഒരു പരീക്ഷണം. പിന്നെ ഈ സംഭവം എന്താന്ന് വെച്ചാല് ഈ ആപ്പിനകത്ത് ചെതലരിക്കും, വെള്ളം. ഈ കുഞ്ഞു പിള്ളേരും പറഞ്ഞ കേൾക്കാത്ത ഭാര്യമാരും കുളിക്കാൻ കയറിട്ട് ടാപ്പ് പൂട്ടാതെ ഇറങ്ങിപ്പോകും. അപ്പൊ ഈ ബക്കറ്റിൽ നിന്ന് ചോർന്നു പോണ വെള്ളം ഇങ്ങനെ ചെന്ന് അച്യുതന്റെ ആപ്പ ചെന്ന് കൊള്ളും. അപ്പൊ ഈ ആപ്പ് ചെതലരിക്കും, അത് നൂരിപ്പോരും. അപ്പൊ നമ്മളൊരു ശാസ്ത്രജ്ഞനാവാൻ മെയിൻ ആയിട്ട് എന്താ പഠിക്കേണ്ടത്? പഠിച്ചു വരുന്നുണ്ട്. സാർ, ഈ സുനാമി വന്നപ്പോ എവിടെ ഇരുന്നു? സുനാമി വന്നപ്പോ ഞാൻ സുനന്ദയുടെ വീട്ടിലായിരുന്നു. എന്താ നിങ്ങൾ ചോദിച്ചെന്താ? സുനാമി കടൽത്തിരിങ്ങനെ സുനാമി അതെന്തായപ്പോ ഞാൻ നല്ല ക്ഷീണം കാരണം കിടക്കായിരുന്നേ. അപ്പൊ പെണ്ണുമ്പിള്ള വന്ന് പറഞ്ഞു, സുനാമി വന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല ക്ഷീണമാണ്, നാളെ കാണാന്ന് പറഞ്ഞു. ഞാൻ ആ കിടപ്പ് കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് നോക്കിയപ്പോ ഞാൻ ആ ചെങ്ങന്നൂർ ടൗണിലെ ഈ മൊബൈൽ ടവറിന്റെ മുകളിൽ ഇരിക്കുക. എന്നിട്ട് സാർ എന്ത് ചെയ്തു? എന്ത് ചെയ്യാനാ, ഞാൻ പിന്നെ അവിടുന്ന് ആ സ്റ്റാർ സിംഗറിലെ പിള്ളേർക്ക് 5-6 മെസ്സേജ് അയച്ചിട്ട് കൂളായിട്ട് ഇറങ്ങി പോകുന്നു. എന്റെ പെണ്ണുള്ള എന്നോട് പറഞ്ഞത് സുനാമി ഉണ്ടെന്ന്. ഞാൻ കറക്റ്റ് മാറ്റി ഇങ്ങനെ ഒരു നോട്ടം നോക്കിപ്പോ എന്നാ പുകാന്ന് പറഞ്ഞ് കേറിങ് വരുവാ. സുനാമി അല്ല, പലിശക്കാര്. ഒരു ഒറ്റ ഓട്ടം ഓടിയിട്ട് 3 മാസം കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ശാസ്ത്രജ്ഞനാവാൻ എന്താ പഠിക്കേണ്ടത്? പൂട്ടുകൾ തുറക്കാൻ പഠിക്കണം. പിന്നെ ഞങ്ങള് പൂട്ടുകൾ തുറക്കും. പഠിച്ചു. പൂട്ട് തുറക്കാനോ? നിങ്ങളോ? ഏത് പൂട്ട് തുറക്കും? ഉറപ്പാണോ? ഉറപ്പായിട്ടും തുറക്കും. സത്യം പറ, നിങ്ങൾ പൂട്ടുകൾ തുറക്കോ? സാറ് വന്നപ്പോലെ പറഞ്ഞാണല്ലോ പൂട്ടുകൾ തുറക്കണം, പൂട്ടുകൾ തുറക്കണം. ഞങ്ങൾക്കും കുറെ പൂട്ടുകളൊക്കെ തുറക്കാൻ അറിയാം. ഞങ്ങളും കുറെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളും കുറെ പൂട്ടുകളൊക്കെ തുറക്കും. പൂട്ട് തുറക്കോ? പൂട്ട് തുറക്കും. അതാരാ ടിന്റുമോനെ ഓണായിട്ട് അവിടെ കിടന്ന് അടിപിടി കൂടണേ? മാവേലിയാരും ശ്രദ്ധിക്കണ്ട. എന്റെ അച്ഛനും എന്റെ കൂട്ടുകാരന്റെ അച്ഛനും തമ്മിൽ അടിപിടി. അതിലേതാ ടിന്റുമോന്റെ കൂട്ടുകാരന്റെ അച്ഛൻ? അത് പറഞ്ഞണ്ട, എന്റെ അച്ഛനും കൂട്ടുകാരന്റെ അച്ഛനെ വർഷങ്ങളായി അടിക്കുന്നത്. എന്റെ ഈശ്വര. ടിന്റുമോനെ നടന്ന് നടന്ന് ക്ഷീണിച്ചുട്ടോ. വല്ല കാറോ ബൈക്കോ കിട്ടിയിരുന്നെങ്കിൽ. എന്റെ വീട്ടിലുണ്ട് കാറും ബൈക്കും. ടിന്റുമോൻ കാറും ബൈക്കൊക്കെ ഓടിക്കൂ? ഞാൻ ഓടിക്കത്തില്ല. പിന്നെ ഈ വിവരം അമ്മയോട് പറഞ്ഞാൽ. അമ്മ കാറും ബൈക്കൊക്കെ ഓടിക്കൂല്ലേ? ഇല്ല, ഇത് പറഞ്ഞ അമ്മ ഓടിക്കും. അമ്മ ടിന്റുമോനെ പുലികളിയുടെ ചെണ്ടമേളല്ലേ കേക്കണത്? ഇവിടെ ഒരു പുലികളെ ആശാന്റെ അനിയന്മാരുണ്ട്. അവിടെ വേണം. ഇത്രയൊക്കെ സഞ്ചരിച്ചിട്ടും ഓണത്തിന് ഓർമ്മിപ്പിക്കുന്ന ആ പുലികളി എനിക്ക് കാണാതിരിക്കാൻ പറ്റൂ ടിന്റുമോനെ? അത് നമുക്ക് നേരിട്ട് കണ്ടുകളയാം. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രശസ്ത പുലികളി ആശാനായ വേലായുധൻ ആശാന്റെ വീടിന് മുന്നിലാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന സഹോദരനും ഈ മേഖലയിൽ തന്നെയുണ്ട്. ഈ പുലികളിക്ക് നിരവധി സംഭാവനകൾ നൽകിയ ഈ കലാകുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ചേട്ടനാണല്ലേ ഈ പ്രശസ്ത പുലികളി ആശാൻ? അല്ല, ചേട്ടൻ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ ആശുപത്രി പോവാ. ആശുപത്രി പോണോ? എന്ത് പറ്റി? ഡോക്ടറെ കണ്ണു. എന്താ കാര്യം? ഡോക്ടർ ഗ്യാസ് കഴിക്കണമെന്ന്. അതിന് പോവാ. അല്ല, ഞങ്ങൾ ചാനലിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ്. ഞങ്ങൾ ചാനലിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണെന്ന്. അതെ. അല്ല, ആശാനൊന്ന് വിളിക്കാമോ? വിളിക്കാം. അല്ല, ആശാനൊന്ന് വിളിക്ക്. ഞാൻ വിളിക്കുന്നു. ആ, നിന്നെ വിളിക്കുന്നു. ആശാനെ പരിപാടി ഉള്ള സമയത്ത് കിടന്ന് തുള്ളിയാ പോരെ, അല്ലാണ്ട് കിടന്ന് എന്തിനാ ഇങ്ങനെ തുള്ളണത്? എടാ, ഞാൻ പരിപാടിക്ക് വേണ്ടി തുള്ളിയതല്ല. പിന്നെ
മെനക്കെട്ട പിള്ളേരാരുടെ ഷൂസിനുള്ളിൽ കയറ്റി സ്പ്രിങ് കയറ്റി പിന്നെ അങ്ങനെ തുള്ളാതിരിക്കും. തന്നെയല്ല എനിക്ക് വാദത്തിന്റെ ചെറിയ അസുഖമുണ്ട്. ഓ വാദത്തിന് എനിക്ക് ടോണിക്കുന്നല്ല. വാദം ടോണിക്കുന്നല്ല, സുരക്കുന്നല്ല, എലന്തോസിന് പോലും നല്ലതല്ല വാദം. അതല്ല ഞാൻ ഈ കുടിക്കുന്ന ടോണിക്കിന്റെ കാര്യം പറഞ്ഞു. എടാ അവന് കാശുണ്ട്, ബ്ലേഡിന് കാശ് കൊടുക്കാൻ ആ പിരിവ് മേടിച്ചിട്ട് കുടിക്കാലോ. പിന്നെ അല്ല ഞാൻ ഈ മരുന്നിന്റെ കാര്യം പറഞ്ഞേ. മരുന്നിന്റെ കാര്യമാണ്. അത് ശരി. അത് മാത്രമല്ല ഞങ്ങൾ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്, ഈ പുലികളിയില്ലാത്ത ഈ സാഹചര്യത്തിലും ഇവർ സ്വന്തം വീട്ടിൽ ഈ പുലികളി ഡ്രസ് ഇട്ട് നിൽക്കുന്ന ഇവരുടെ ആത്മാർത്ഥതയെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റും. അതിന്റെ പേര് ആത്മാർത്ഥയില്ലായ്മ എന്നല്ല, വസ്ത്രമില്ലായ്മ എന്ന് പറയും. ഞങ്ങൾ ഈ ഒറ്റ ഡ്രസ്സേ ഉള്ളൂ ലേട്ടാ. എടാ മെനകെട്ടവനെ, ചാനലിന്ന് വന്ന പരിപാടിയാ, ദാരിദ്ര്യം വിളിച്ച് പറയല്ലേ. അത് മാത്രമല്ല ചേട്ടൻ ഈ ഡ്രസ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഈ കളസ് ഇട്ടാണ് എന്തുകൊണ്ടാണ്? എടാ ഈ സാധനം വലിച്ചു കയറ്റിട്ടതിന് ശേഷമാണ് അറിയണത് ഇത് ഇട്ടിട്ടില്ല. അല്ല ഇത് പുറത്തിട്ടാലും അകത്തിട്ടാലും ഇതിന്റെ സ്ഥാനം ഇവിടെ തന്നെയാണല്ലോ. ഇത് ആരോടും പറയണ്ട, ആരെങ്കിലും കണ്ടു. അപ്പോ നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഇവരോട് കൂടി നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്നത്. ആശാനെ ഈ പുലികളിയോടുള്ള കമ്പം അതെങ്ങനെ കയറാൻ കാരണം? കമ്പം കേറുമല്ലോ, കമ്പത്തിറങ്ങുമല്ലോ. കമ്പം കഴിഞ്ഞാലോ തേനി അല്ലേട്ടാ. കമ്പം വറുത്ത് കഴിഞ്ഞാൽ മലരും കിട്ടും. ആശാന്റെ ഈ കഴുത്തി കിടക്കുന്ന പുലിനകം നിങ്ങൾ പിടിച്ച പുലിയുടെ നഖമാണോ? എടാ സത്യത്തിൽ ഞാൻ നാട്ടുകാരോട് അങ്ങനെയൊക്കെയാ പറഞ്ഞേക്കണത്. ഇത് പുലിനകം അല്ല, വെളുത്തുള്ളിയുടെ അല്ലി തിരിച്ചു കെട്ടി തൂക്കിയിട്ടേക്കണതാ. ഇത് ഗുണം രണ്ടുണ്ട്. ഗ്യാസ് കയറുമ്പോ ഇതിന്റെ ഓരോ ചുള എടുത്ത് തിന്നുകയും ചെയ്യാം, പുറത്ത് ചാടക്കൊട്ടൊരു കുറവും ഉണ്ടാവൂല. ഇത് മാത്രമല്ല സ്വന്തമായിട്ട് പുലിമടയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ. സ്വന്തമായിട്ട് പുലിമട ഉള്ള ആൾക്കാരാണോ? ഇപ്പോഴുണ്ടോ പുലിമട? പുലിമടയില്ല, പിന്നെ അവിടെ ഞങ്ങൾ ബിറ്റിലടിച്ച് ജീവിക്കുന്നത്. അല്ല ആശാനെ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പുലി കളിക്കാരാണോ? പാരമ്പര്യമായിട്ട് ഞങ്ങൾ പുലി കളിക്കാറില്ല. ഞങ്ങളുടെ പാരമ്പര്യം പറയുകയാണെങ്കിൽ അവരൊക്കെ വേട്ടക്കാരന്മാരായിരുന്നു. ഓ വേട്ടക്കാരന്മാരായിരുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തനായ വേട്ടക്കാരനായിരുന്നു ഞങ്ങളുടെ മുത്തച്ഛൻ. പ്രിയമുള്ളവരെ, പ്രശസ്തരായ വേട്ടക്കാരാണെന്നാണ് ഇവർ പറയുന്നത്. അല്ല എങ്ങനെയായിരുന്നു ആ രീതി? വേട്ടക്കാരൻ എന്ന സിനിമ എടുത്തത് തന്നെ എന്റെ മുത്തച്ഛനെ കണ്ടോണ്ടാ. ഓ അതല്ലേ, അതിന് പുലിയൂർപ്പ് എന്നുള്ള പാട്ട് പാടിയാണ് എന്റെ മുത്തച്ഛൻ ഞങ്ങൾ ഉറപ്പിക്കൊണ്ടിരുന്നത്. അതിൽ വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മാൻ എങ്ങനെയാ പിടിക്കുന്നത്? ഇപ്പൊ നമ്മളൊരു മാനിനെ പിടിക്കാന്ന് വെച്ചാ ഒരു തോക്കെടുത്ത് ഉന്നം പിടിച്ച് ആ മാനിനെ അവിടെ വെടിവെച്ചിടും. എന്ന് എന്റെ മുത്തച്ഛൻ അങ്ങനെയല്ല. അതായത് പുള്ളി ഒരു മാനിനെ പിടിക്കണമെന്ന് തോന്നുമ്പോ ഒരു കിലോ ക്യാരറ്റ് മാർക്കറ്റിൽ പോയി മേടിച്ചോണ്ട്. അതെന്തിനാണ് ക്യാരറ്റ്? അതല്ലേ വെറൈറ്റി. പുള്ളി എന്നിട്ട് മരത്തിന്റെ മുകളിൽ കയറിന്നിട്ട് ചൂണ്ടയുണ്ടല്ലോ, ചൂണ്ടയിൽ കുറച്ച് ക്യാരറ്റ് താഴത്തേക്ക് ഇങ്ങനെ ഇടും. എന്നിട്ട് ഇങ്ങനെ നിക്കണ സമയത്ത് പച്ചപ്പുല്ലൊന്ന് ബോറടിച്ച മാനുകൾ ഇങ്ങനെ നോക്കുമ്പോടോ ഇത്രയും നിന്നുള്ള ഒരു ക്യാരറ്റ് കണ്ടാ മാൻ വിടുവോ? വിടൂല. ഒറ്റ കടി. ക്യാരറ്റ് മറ്റേ പിടിച്ച് കടിച്ച് ഞാൻ മുത്തച്ഛൻ വിടുവോ? ഒറ്റ പിടി. അങ്ങനെ ഒരു 10-35 മാനായി കഴിയുമ്പോ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണല്ലോ. അവിടെ വണ്ടി ഒന്നുമില്ലോ, പിന്നെ അങ്ങനെ കൊണ്ടുപോകും. അവിടുന്ന് ഒരു ഓലയിന്നൊരു ഈർക്കിളിങ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുളച്ച് കോർമ്പൂല പോലെ ഉണ്ടാക്കിയത് മാന്റെ ഈ ഭാഗത്ത് കുത്തിയാൻ കയറിയിട്ട് വായിക്കിടം കിട്ടും. അങ്ങനെ 10-35 മാനം കൊണ്ട് മുത്തച്ഛൻ വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. പിന്നെ ഒരാഴ്ചത്തേക്ക് മീൻ അമ്മാൻ വറുത്തതായി. അല്ല എനിക്കിവിടെ വന്നതിൽ ഒരു കാര്യം മനസ്സിലായി, ചേട്ടൻ സൗന്ദര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുന്നുണ്ട്. അതെ, സൗന്ദര്യത്തെ ശ്രദ്ധിക്കുന്നുണ്ടല്ല, ഈ പുലികളി കാരണം നാട്ടുകാർ പറയുന്നു മൂക്കിന് തല നടക്കുന്നു അറിയുന്നില്ല. വല്ല നടക്കുന്നുണ്ടോ നോക്കുവാൻ. എടാ അത് നടക്കണമെങ്കിൽ ഈ കാടന്ന് വെട്ടിക്കളാ. എന്നതാടാ അത്? ആലുവ 3 റോഡോ? എന്നാ മോനെ കൈക്ക് പറ്റിയ? അതെ, ഞാൻ ഇന്നലെ ബൈക്കിൽ നിന്ന് വീണായിരുന്നേ, അതുകൊണ്ട് ഈ വിരൽ അങ്ങോട്ട് നിവരുന്നില്ല. ആണല്ലേ? ഒരു മിനിറ്റ്, ആ കൈ നീട്ടിക്ക്. ഇനി ഒന്ന് കാണിച്ചേ. ചേട്ടാ എന്ത് മരുന്നാ ഇത്? ഇത് മരുന്നല്ല മോനെ, പിന്നെ മെഷീൻ ഇടണ എണ്ണ. അല്ല ഇതൊന്നും സംഭവം കഴുത്തിന് ചെറിയൊരു പിടുത്തം. അല്ല ഞാൻ വന്ന കാര്യം മറന്നു, ചേട്ടനോട് ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം മറന്നു. അതായത് ചേട്ടൻ ഇത്രയും നാളായിട്ട് കല്യാണം കഴിക്കാത്ത എന്താണ്? വിവാഹത്തെ കുറിച്ച് ആലോചിക്കാത്ത എന്താണ്? ഞാൻ അടിച്ചു പൊളിച്ച് കഴിയല്ലേ? ചേട്ടാ ഈ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഉല്ലസിക്കാനുള്ളത്. അപ്പൊ ചേട്ടൻ എന്തിനാ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്? അടിച്ചു പൊളിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതെന്താ കാര്യം? എന്താ കാരണം? എനിക്ക് ആക്രി കച്ചവടം. പാട്ടേ പറഞ്ഞ സാധനങ്ങളൊക്കെ വണ്ടിയെ കൊണ്ടുപോയി ആഴ്ച പൊട്ടിക്ക് എങ്ങനെ അപ്പോ അതായത് ആശാനെ ഞാൻ വന്നപ്പോ തുടങ്ങി ചോദിക്കണമെന്ന് വെച്ചൊരു കാര്യമാണ്. അതായത് ഈ പുലിയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ ആശാന്റെ ഈ മുഖത്ത് വന്ന പാടുകളില്ലേ, അത് പുലിയുടെ നഖം കൊണ്ടതാണോ? ഇത് പുലിനകം കൊണ്ടതല്ല. പിന്നെ പണിക്ക് പോകായിരുന്നു, ഫാഷൻ ചാനൽ കണ്ടതിന് പെണ്ണുപിള്ളേ ചെരവത്തറ എടുത്ത് അച്ചാടും മുച്ചാടും മോന്തക്കിട്ട് തല്ലിയതാ. ഞാൻ മാറിയത് കൊണ്ട് ചെരവ മാത്രം വന്ന് മാന്തിയുള്ളൂ. ആരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ചേട്ടന്റെ തല തന്നെ തെറിച്ചു പോയനെ. പ്രാർത്ഥനയുടെ ഫലം കൊണ്ടൊന്നും അല്ല, ചേട്ടത്തിന്റെ കാല കരഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇനി എന്നെ തല്ലല്ലേന്ന്, അല്ലെങ്കിൽ തലേന്ന് പണ്ടേ കാണത്തില്ല. കൊറേ നേരമായിട്ട് നീ എന്നെ കളിയാക്കണം. നിന്റെ കുഴിനകത്തെ കയറി ഞാൻ ചവിട്ടും കേട്ടോ.
അശനെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ നേരമായി. പ്രിയമുള്ളവരെ, പുലികളെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ പുലി കുടുംബത്തോടു കൂടി നമുക്ക് ഇത്രയും നേരം ഷെയർ ചെയ്യാൻ പറ്റിയ വളരെ വലിയ കാര്യമാണ്. ഞാനൊരു 50 ഞാൻ 100 ഇട്ടു. അല്ല, ഞാനിത് അവസാനിപ്പിക്കാനുള്ള വാക്കുകൾ പറയുകയാണ്. അപ്പോ നമുക്ക് വളരെയധികം സന്തോഷമുള്ള വാക്കുകളാണ് ഇവരിൽ നിന്ന് കിട്ടിയത്. അപ്പോ അവസാനമായിട്ട് നമുക്ക് ഇവരോട് ഒരു ചോദ്യം ചോദിക്കാം. അവസാനമായിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അവസാനമായിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കണതിന് മുമ്പ് ഒരു ജീവനുള്ള ഒരു പുലിയെ ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കാണണം. അതെ, പുലിയുടെ ഫോട്ടോ കണ്ട് മടുത്തു, അതുകൊണ്ടാ. അയ്യോ ടിന്റുമോനെ, നല്ല കലകളിൽ പോലും തട്ടിപ്പിന്റെ മുഖം മാത്രമല്ലേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പുലികളി ആശാൻ 18 ആശാരിയ. ആശാരിയോ? ആശാരിയ. ആശാനാണ്. പക്ഷെ ടിന്റുമോനെ, ഞാൻ ഇപ്രാവശ്യം കേരളം സന്ദർശിക്കാൻ വന്നിട്ട് നല്ലൊരു കലാപരിപാടി എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതിൽ ഞാൻ ഭയങ്കര ദുഃഖിതനാണ് ടിന്റുമോനെ. ഇവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ട്. എന്ത് പ്രോഗ്രാം? സുരാജ് വെഞ്ഞാറമൂടിന്റെ പ്രോഗ്രാം. അവനെ കുറിച്ച് പാതാളത്തിൽ ഒരു ഭയങ്കര അഭിപ്രായല്ലേ? യവൻ പുലിയാണ് കേട്ടാ. സുരാജിനെ അറിയാം, കള്ളുകുടിച്ചിട്ട് വരുമെന്നറിയാം. എങ്കിൽ പോലും അതായത് കള്ളുകുടിയൻ്റെ ഒരു വേഷം ചെയ്യുമെന്നറിയാം. ഈ കള്ളുകുടിയൻ്റെ വേഷം ചെയ്യും. ഈ കള്ളുകുടിയനെ കുറിച്ച് പറഞ്ഞാലും കല്യാണ വീടായാലും മരണ വീടായാലും ശരി, ഒരു കവലയാണെങ്കിലും ശരി, ഒരു പൊതു സ്ഥലത്ത് എവിടെയാണെങ്കിലും ശരി, കള്ളുകുടിയനെ കൊണ്ട് പല സംഭവങ്ങളുണ്ടാകാറുണ്ട്. രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ അയാളെ കൊണ്ടൊരു കുറച്ച് പ്രശ്നങ്ങളുണ്ടാവാം. എങ്കിൽ പോലും നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കള്ളു കുടിച്ചിട്ടുള്ള ആളുടെ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അയാളെക്കുറിച്ച് നമ്മൾ മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, അയാളുടെ ചേഷ്ടകൾ, അയാളുടെ സ്വഭാവം, അയാളുടെ സംസാരം, അതൊക്കെ ഒരു എങ്കിൽ പോലും കള്ളുകുടിയന്മാരൊരു വൃത്തിയുള്ളവരായിരിക്കും. ഹലോ, എനിക്ക് നിങ്ങളെനിക്ക് അറിയാന്നേ. നിങ്ങൾ മറ്റേ സിനിമയിലുള്ള ആളല്ലേ, മറ്റേ ജാറഫ്. ഇത് കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ പേര് തന്നെ ജാറഫ്. അതെ അതെ, ഇത് എൻ്റെ ഏരിയ. ഇവിടെ വന്ന് നിങ്ങൾ അങ്ങനെ നിങ്ങളെ പൊങ്ങണ്ട. എനിക്ക് നിങ്ങളെ ജാഫറല്ലേ? മൈക്ക് പിടിച്ച് നിങ്ങളെ സൗണ്ട് ജാറഫ് അല്ല, ജാഫർ. നിങ്ങൾ മറ്റേ എപ്പം നോക്കിയാലും നിങ്ങൾ എന്താ ഈ പാറ പിഴിഞ്ഞ ആളാണോ? എനിക്കറിയില്ല. പാറയൊക്കെ എടുത്ത് പിഴിഞ്ഞിട്ട് എന്താ അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഒരു കള്ളുകൂടിയുടെ ഒരു സംഭവം. കണ്ടോ? പക്ഷെ ഞാൻ കാര്യങ്ങളൊക്കെ ഓക്കെ. എന്തുവാ എനിക്കേ ഞാൻ ഉള്ള കാര്യം കൂടെ പറയാം. കാര്യം എന്റെ സ്വരമൊക്കെ പറഞ്ഞു. ജാറഫ് അല്ല, ജാഫർ. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയട്ടായിരുന്നു, എനിക്ക് തന്നെ അറിയല്ലോ. അത് ശരി. എന്ത് പറയുന്നത്? അതെ, മാന്യന്മാരായിട്ടുള്ള വ്യക്തികളെ ഇവർക്കൊന്നും അറിയില്ല. പക്ഷെ പോയി പുള്ളിക്ക് പേടിയാ. ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അടുത്ത് ഉടുത്തന്നെ. പക്ഷേ എന്റെ കാര്യം എന്ന് പറഞ്ഞ വ്യത്യസ്തനാമൊരു ബ്രോക്കറാമ്പാലെന്നെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷം. ചേട്ടോ, എന്തുവാ ഈ ബ്രോക്കർ ബാലന്റെ വീടൊന്ന് പറഞ്ഞുതരാവോ? മറ്റേ ആള് പോയപ്പോ പുതിയ ആളാ. മോനെ, ബ്രോക്കർ ബാലൻ എന്ന് പറയുന്ന ഇരപ്പാളി ഞാൻ തന്നെ. പിന്നെ വീട് അതാ ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പൊ അത് ശരി. അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുകയായിരുന്നു? അതെ. നിങ്ങളെ തിരക്കാൻ നിങ്ങളുടെ വീട്ടിൽ പോയി. നിങ്ങൾ ആറ്റിന്റെ കരയെന്നുള്ള താമസമൊക്കെ മാറി? അയ്യോ, അതെന്നെ മാറി. എന്തായാലും നന്നായി. കഴിഞ്ഞ ആഴ്ച അതുവഴി വന്നപ്പോഴേ ഒരു ആഴ്ച പെണ്ണുങ്ങൾ കടന്ന് വൃത്തിയട്ട കുളിയും നനയും. ഓഹ്, എന്താ വൃത്തിയട്ട കാഴ്ചയെന്നറിയാം. പിന്നല്ലാതെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ താമസിക്കുന്നു? ഇപ്പൊ ഞാൻ ആറ്റിന്റെ അരികത്തോട്ടാക്കി. പിന്നെ അതിനകത്തോട്ടങ്ങ് ഇറക്കി വെക്കാൻ. അല്ല, പഴയ പോലെ കണ്ണത്ര പിടിക്കുന്നില്ല. അങ്ങെടുത്ത് അതിനകത്ത് ഇറക്കി വെക്കാൻ. ഇറക്കി വെച്ച പയ്യന്മാരെല്ലാം കൂടെ എടുത്ത് വീണ്ടും മാറ്റി വെച്ചല്ലേ. അമ്മ എന്ത് ചെയ്യാൻ പറ്റും? കട്ടോടാ. ഇനി തെറ്റല്ലേ. ഏട്ടാ, നിങ്ങൾ എന്റെ അടുത്തൊരു പണി കാണിച്ച എന്തുവാ? ഞാൻ ഒരു പെണ്ണ് കാണണമെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേ ശരിയാ? നിങ്ങളൊരു പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് നല്ല സാമ്പത്തിക ശേഷിയും ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ ഉള്ള ധൈര്യമായിട്ട് കെട്ടിക്കാൻ ഒരു കാലത്തും കുഴപ്പമില്ലെന്ന്. എന്നിട്ട് ഞാൻ അവളെ പോയി കണ്ട്. അവളെ ചെന്ന് കണ്ടപ്പോഴാ അവള് വികലാംഗ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? ഒരു കാലത്തും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതെ,
പെണ്ണിന് ഒരു കാലത്തും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ ഞാൻ ഒരിക്കലും കള്ളത്തരം പറയല്ല, സത്യം പോലെ പറയുന്ന ഒരുത്തനാണ് ഈ ബ്രോക്കർ. നിങ്ങൾ വേറെ പണി കാണിച്ച എന്തുവാ? നല്ല കിളി പോലെ ഒരു പെണ്ണാണെന്ന് പറഞ്ഞു, നല്ല കിളിയാണെന്ന് പറഞ്ഞു. ഞാൻ ആ പെണ്ണിനെ ചെന്ന് കണ്ട് ഒരുമാതിരി തൊലിയൊക്കെ ചുക്ക് ചുളുങ്ങി ചുണ്ടൊക്കെ നീണ്ട് കണ്ണൊക്കെ തള്ളി ഒരു മൂങ്ങാടെ കുഞ്ഞിന്റെ കണക്ക് ഇരിക്കുന്നു. മൂങ്ങ എന്റെ കിളിയല്ലേ? നീ പറയാൻ നീ വലിയ കൊമ്പത്തെ ഗ്ലാമറാ. നിങ്ങൾ ഇനി എനിക്ക് വേണ്ടി പെണ്ണ് നോക്കണ്ട. ഈ നാട്ടിൽ പ്രേമിച്ച കാണാൻ കെട്ടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കാം. പൊന്നു മോനെ പ്രേമിക്കരുത്. എന്താ നിങ്ങൾക്ക് മാത്രം പ്രേമിച്ചാൽ മതി? അടാ ഞാൻ പ്രേമിച്ച് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് അനുഭവം കൊണ്ട് പറയുന്നതാണ് പെണ്ണുങ്ങളെ പ്രേമിച്ച് കല്യാണം കഴിക്കരുത്. പ്രേമത്തിന്റെ വഴിക്ക് വിടണം. കല്യാണം മാന്യമായിട്ട് കഴിക്കുക. അത് പിടിച്ചു കെട്ടരുത്. പിടിച്ചു കെട്ടി പ്രേമത്തിനെ വെറുതെ കെട്ടി ഇട്ട് നമ്മൾ ഇല്ലാതാക്കരുത്. എന്ത് കാര്യം? പഴയ പ്രേമം ഇപ്പോഴത്തെ പ്രേമം ഭയങ്കര വ്യത്യാസം. പഴയ പ്രേമം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രേമമാണ്. കയ്യിൽ ദൂതൊക്കെ കൊടുത്തു വിടുന്നത്. ഇപ്പോഴത്തെ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രേമമാണ്. മറ്റേ ഇതിൽ കുത്തി ചാറ്റിങ്, ഇടയ്ക്കിടയ്ക്ക് അവളുമാര് ചീറ്റിങ്. അതുകൊണ്ട് അമ്മാര് പ്രേമത്തിൽ, ഞാനൊക്കെ പ്രേമത്തിരുന്ന സമയം എന്ന് പറഞ്ഞാൽ നാളെ ദമ്പന്തി പ്രേമം. നിങ്ങൾ ഹംസത്തിന്റെ ദൂതൊക്കെ കൊടുത്തിട്ടുണ്ടോ? അതിന് എന്റെ കാലഘട്ടത്തിൽ ഹംസ ഇല്ലല്ലോ. പിന്നെ പകരം ഞാൻ വീട്ടിൽ നിന്ന് കോഴിയെ പിടിക്കും. കോഴിയെ പിടിച്ചിട്ട് കോഴിയുടെ കാലിൽ ലെറ്റർ എഴുതി അടുത്ത വീട്ടിലെ ശാന്തിയുടെ വീട്ടിലോട്ട് ഇങ്ങനെ പറത്തി വിടും. വിട്ട് അപ്പോഴത്തന്നെ മറുപടിയും വന്നു. അപ്പൊ കിട്ടിയില്ല, അരമണിക്കൂർ കഴിഞ്ഞപ്പോ മറുപടി വന്നു. എന്താ വന്നു? ചിക്കൻ കറി ബെസ്റ്റ് ആയിരിക്കണം, ഇനി ഇതുപോലുള്ള കോഴികളെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി മേൽ ഒരിക്കലും പെണ്ണുങ്ങളെ പ്രേമിക്കരുത്, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. ഇവിടെ പെണ്ണുങ്ങളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം. അത് ഗേൾ ഫ്രണ്ട്, കാമുകി, വൈഫ്, സ്റ്റെപ്പിനി. ഇവരെ 4 പേരെ നമുക്ക് ഇപ്പോഴത്തെ മൊബൈൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെടുത്താം. മൊബൈൽ കണക്ഷൻ ഞാൻ ഇപ്പൊ തെളിച്ചുതരാം. അതായത് പിന്നെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് കണക്ഷനാ. മനസ്സിലായില്ല? ഇപ്പൊ നമ്മൾ കാണുമ്പോ അവിടെ സംസാരിക്കുന്നു, നമ്മൾ എന്തെങ്കിലും മുട്ടായോ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ മാറ്റി കൊടുക്കുന്നു, ഹായ് 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 ഞാൻ പറയുന്നു. 1 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചാർജ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കാ കട്ടായി പോകും. അപ്പൊ കാമുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് പെയ്ഡ് കണക്ഷനാ. 1 വർഷത്തേക്ക് നമ്മൾ എടുക്കുക. 1 വർഷം വരെ അവളെ കൊണ്ടിരുന്ന് കറങ്ങുക, അവൾക്ക് സാരി വാങ്ങിച്ചു കൊടുക്കുക, സിനിമ കാണിക്കുക. 1 വർഷം കഴിഞ്ഞ് നമ്മൾ ചാർജ് ചെയ്തില്ലെങ്കിൽ അത് 1 വർഷം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകും. അത് കഴിഞ്ഞ് അവള് വേറെ കല്യാണം കഴിഞ്ഞ് പോവുകയും ചെയ്യും. ശരി, ഇപ്പൊ മനസ്സിലായി. അപ്പോഴേ ഈ ഭാര്യ എന്ന് പറയുന്നത് ഏത് ലെവലിൽ വരും? ലൈഫ് ലോങ് കണക്ഷനാ. മരിച്ചവരെ ബില്ല് വന്നുകൊണ്ടിരിക്കും, നേരിട്ട് കുഴിയിൽ വരും. നമ്മൾ ചുമ്മാ അടച്ചോണ്ടിരിക്കുക. കുഴിന്ന് വരെ അവസാനം ഇങ്ങനെ ഒപ്പിട്ട് അയക്കേണ്ടി വരും. അപ്പഴേ ഏട്ടാ, ഈ സ്റ്റെപ്പിനി എന്ന് പറയുന്നത് ഏതാ വകുപ്പ്? കോയിൻ ബോക്സ്. ആവശ്യമുള്ളപ്പോ കാശിടുക, വിളിക്കുക, കട്ടാക്കുക, പോവുക. അപ്പൊ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇനി അവന് പ്രേമിച്ച് കെട്ടണമെന്ന് പറഞ്ഞാൽ അവന്റെ തന്റെ ഇടം അല്ലേ? അല്ല, നിങ്ങൾ എന്തെന്നൊക്കെ പറയാൻ നിങ്ങൾ ആള് റെഡിയല്ല. നിങ്ങൾ കല്യാണം കഴിച്ചൊരു പാർട്ടിയല്ലേ നിങ്ങൾ? എന്നിട്ട് അപ്പുറത്തെ ചാന്ത ചേച്ചിയുടെ പുറകെ കിടക്കുന്ന എന്തിനാ? കല്യാണം കഴിച്ച ഞാൻ എന്തുകൊണ്ട് അപ്പുറത്തെ ശാന്തയുടെ പുറകെ നടക്കുന്നു? നല്ല ചോദ്യ. പൊന്നു മോനെ, ഈ പവർ കട്ട് സമയത്ത് ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേ? ആരെങ്കിലും ഫീസ് വരാൻ നോക്കണം. അതാണ് നമ്മൾ ഉള്ള കാര്യം പറയുമ്പോ. എടാ നീ ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തിനുമായിട്ട് അടുത്തിരിക്കുന്നവരാണ് കുടിയന്മാര്. മദ്യപിച്ചാൽ സത്യങ്ങൾ വിളിച്ച് പറയും. വേറെ കാര്യം അതാണ്, ഇങ്ങനെ ആള് റെഡിയല്ല. ഇങ്ങനെ 2, 3 കെട്ടിയേക്കുന്നത് അറിയോ? നിങ്ങൾ വേറെ പിന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ടായിരുന്നല്ലേ? ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച. അത് അവക്ക് ചെറിയൊരു അസുഖമുണ്ട്. എന്താ അസുഖം? ഈ ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സ്വഭാവം. അതുകൊണ്ട് അവളെ കാണിക്കാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ പോയത്. എന്റെ പൊന്നി ഏട്ടാ, അത് അസുഖമൊന്നുമല്ല. ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജോത്സ്യനെ കണ്ട് ഒരു ചരട് ജപിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അപ്പടി നിൽക്കും. ആണോ? പിന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന പരിപാടിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 2 ചരട് നീ ജപിച്ചോണ്ട് തരുമോ? അതിനാ ചേട്ടനും ഉണ്ട് അസുഖം? എനിക്കല്ലെന്ന്. പിന്നെ എന്റെ വീട്ടിന്റെ അടുത്ത വീട്ടിലെ ആ ശശിക്കുണ്ട് ഈ അസുഖം. എവിടെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയില്ലെങ്കിൽ അവ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമെന്ന്. ഇതില്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഏട്ടാ, നിങ്ങളിപ്പോ ഈ അടുത്തൊരു പെണ്ണിനെ കെട്ടിയിട്ട് ഒഴിയാൻ കാര്യം എന്താ? ഇപ്പൊ ഒരു പെണ്ണിനെ കെട്ടി പോലീസുകാരി, ട്രാഫിക് പോലീസുകാരി. എനിക്ക് അത് ഞാൻ പ്രേമിച്ച് കെട്ടിയ. ഒരിക്കലും പ്രേമിച്ച് കെട്ടാൻ പാടില്ല. പ്രേമത്തിന്റെ വഴിക്ക് വിടണം.
ഇവിടെ പ്രാമിച്ച് കെട്ടിയതാ ഞാൻ. ഒരു ട്രാഫിക് പോലീസുകാരാ. അവളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് കൗതുകം തോന്നി. ഞാൻ 2 അടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മൾ കെട്ടി. പക്ഷേ ആദ്യ രാത്രി നിനക്കറിയോ, ആദ്യ രാത്രി എനിക്ക് പെറ്റി അടിച്ചു. എന്ത് കാര്യം? കാര്യം എന്തെന്നാ, ചേട്ടാ നിങ്ങൾ ഓവർ സ്പീഡാണ്, സിഗ്നലുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അന്നത്തോടുകൂടി ഞാൻ ഡിവോഴ്സ് ചെയ്ത്. അതാണ് പറഞ്ഞത്, ഒരിക്കലും പ്രേമിച്ച് കെട്ടാൻ പോകരുത്, അത് വഴിയാധാരാവും. അതിന് മുമ്പ് കെട്ടിയതിന് ഒഴിഞ്ഞ കാരണം എന്താ? അതിന് മുമ്പ് കെട്ടിയില്ല, ഒരു ചൈനക്കാര്യം കണ്ടു. ഒരു ചൈനക്കാര്യം കണ്ട് നിങ്ങൾ കെട്ടി? ആ ചൈനക്കാരെ കെട്ടി. എടേ ചൈനക്കാരെ കെട്ടി, പക്ഷെ അത് ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നു. എന്താ കാര്യം? എടേ ഈ ചൈന സാധനങ്ങൾക്കെല്ലാം 6 മാസമല്ലേ ഗ്യാരണ്ടി ഉള്ളൂ. ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞത് അവള് പോയി. അതുകൊണ്ട് നമ്മൾ അത് ഉപേക്ഷിച്ച്. നിങ്ങളിങ്ങനെ കുടിച്ചൊക്കെ നടന്നോ കേട്ടോ? നിങ്ങൾ കുടിച്ചൊക്കെ നടന്നോ? നിങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാൻ വന്ന വഴിയല്ലേ നിങ്ങൾ കുടിച്ച്? നിങ്ങൾക്ക് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്, പക്ഷെ വിഷം വരുമ്പോ നമ്മള് സന്തോഷം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? എടാ കുടിച്ചിപ്പോ വയറ്റുവേനായെന്ന്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ പൊന്നു ചേട്ടാ, അതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരു BSc നഴ്സിംഗ് പാസ്സായ, അത്യാവശ്യ ചികിത്സയൊക്കെ എനിക്കറിയാം. ഒന്ന് നോക്കടാ. അതെ, നിങ്ങൾക്ക് ഇവിടാണോ വേദന? അവിടെയല്ല, സ്വപ്പം കൂടെ താഴെ. ഒന്നും കുടിക്കരുത് കേട്ടോ. ഇവിടാണോ? അയ്യേക്കളെ എവിടാണോ? അയ്യോ അവിടെ തന്നെ, ഇവിടെ തന്നെ, ഇവിടെ തന്നെ, ഇവിടെ തന്നെ വേദന. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളെ ചെറുകുടലും വൻകുടലുമായിട്ട് പിണഞ്ഞു കിടക്കിയ പിണഞ്ഞ്. കയ്യറാങ്ങോട്ട് അണ്ടർവെയറിന്റെ വള്ളിക്കാരെ പഠിച്ചിട്ട് ചെറുകുടലും മൺകുടലും വെറുതെ ഡോക്ടർമാരെ പറയിപ്പിക്കാം. എല്ലാം കൂടെ നുള്ളി എടുത്തപ്പോ നിനക്ക് സമാധാനം. ഇത് ആക്ടിങ് അല്ലേ? നിങ്ങൾക്ക് ശരിക്കും മര്യാദയ്ക്ക് ഒരു പണി ഉണ്ടായിരുന്നു, അത് നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്തില്ല. കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഈ നാട്ടിൽ. ഏട്ടാ, നിങ്ങൾ ഈ മന്ത്രി വരുന്നൊരു ഫംഗ്ഷന് അവിടെ പന്തലിട്ട് ഒരു ആർച്ച് വെച്ചിട്ട് കൊലച്ച 2 വാഴ കൊണ്ട് വെക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? 2 വാഴയുടെ തൈ കൊണ്ട് വെച്ച്. അതെന്താ വലിയ കുറ്റോ? അത് പിന്നെ കുറ്റമല്ലേ? എടാ ആ ചടങ്ങിൽ ആരൊക്കെയാ വരുമെന്ന് പറഞ്ഞു? മന്ത്രി വരുന്ന ഫംഗ്ഷൻ തന്നെ. നിങ്ങളെല്ലാം കേൾക്കണം. ഈ പറഞ്ഞവന്മാർ ഇതുവരെ സമയത്തും കാലത്തും ഒരു ചടങ്ങിൽ വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ വാഴ തൈ വെച്ചത്. ഇവന്മാരൊക്കെ വരുന്ന സമയമാകുമ്പോ അത് കൊലച്ച് കൊലവാഴ ആയിക്കോളും കേട്ടാ. പ്രത്യേകിച്ച് മന്ത്രിമാരായുണ്ട്. ഓ കൊള്ളാന്ന നീ പോടാ. ഇനി മാന്യമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങാൻ പോവാ. ഇനി ഇവിടെ നിന്ന് ഞാൻ ഇപ്പൊ അടിച്ചേക്കുന്ന ഭിറ്റു ഉറങ്ങും. ഓക്കെ. Excuse me, Mal. Excuse me. Please listen. You. Please come. Where is the railway station? Excuse me. Where is the railway station? ഇംഗ്ലീഷുകാരനാ. ഇപ്പൊ എങ്ങനെ അവിടുന്ന് ഊരിക്കൊണ്ട് പോകുന്നത്? ഞാൻ പോണു, നീ പൊക്കോടാ. Excuse me, where is the railway station? Very urgent, please, man. Very urgent. ഇത് എന്തൊക്കെ ഈ പറയുന്നത്? ഇതിന്റെ ഇടയിൽ അവൻ തന്തയ്ക്ക് വിളിക്കണ എന്തോ. Where is the railway station? ഞാൻ പാവോണ്. ഞാൻ അങ്ങനെയൊന്നും ഉള്ള ആളൊന്നുമല്ല. ഞാൻ ഒരു പൈൻ്റാണ് അടിച്ചത്. ഞാൻ വീട്ടിൽ പൊക്കോളാം, ഇന്നൊന്നും ചെയ്യരുത്. Excuse me, where is the railway station? Very urgent, man. Very urgent. ഇപ്പൊ ഇംഗ്ലീഷും അറിയില്ലല്ലോ. റെയിൽവേ സ്റ്റേഷൻ എവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? എന്റെ പിടുത്തൻ ദൈവങ്ങളെ. Yes. Where is the railway station? Railway station. നേരെ പോയിട്ട് അവിടെ ഒരു മുക്കുണ്ട്. മുക്കിന്റെ അവിടുന്ന് ഇങ്ങനെ ആ ഇട റോഡ് വഴി ഇറങ്ങണതാണ് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ. What? വട്ടീന്റെ അപ്പന്. Where's the railway station? Very urgent, man. എനിക്ക് മലയാളം അറിയില്ലല്ലോ, ഇംഗ്ലീഷ് പറഞ്ഞുതരാം. നേരെ പോണം, നേരെ എന്നിട്ട് വളർന്ന്
അപ്പോ അവിടെ മുക്ക് മുക്ക് മുഖ മുക്കിനിപ്പോ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന മുക്ക് മൂന്നും കൂടിയ മുക്ക് മുക്കിന് നോക്കിക്ക മുഖ മുഖ ഇനി മുക്കാനാ ഇനി മുക്ക വിവരം അറിയാം നീ പോടെ വെരി അർജന്റ് മാൻ വെരി അർജന്റ് മുക്കെന്ന് പറയുമ്പം ഇങ്ങനെ റോഡ് ഇങ്ങനെ റോഡ് ഇങ്ങനെ റോഡ് വന്നും കൂടിയ മൂന്നും കൂടിയ മുക്ക് ഇങ്ങനെ ഇങ്ങനെ റോഡ് റോഡ് ജംഗ്ഷൻ അടി അത് എന്നു യെസ് യെസ് ജംഗ്ഷൻ ജംഗ്ഷൻ അതെ 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 മുക്ക് ഓക്കെ ഓക്കെ മനസ്സിലായി ആള് ചിരിച്ചു തുടങ്ങി അവിടുന്ന് എട റോഡിനിപ്പോ എങ്ങനെ പറഞ്ഞു കൊടുക്കണം What? Very urgent man, please, very urgent. മൈക്ക് പറയടാ Very urgent. എട റോഡ് ഇതെന്നാ Legs. ഇത് എടാ 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 അതിൻ്റെ എടാ എട റോഡ് എടാ Gap. എന്നാ ഈ ഗ്യാപ്പിൽ കൂടെ കറിയങ്ങ് പോ എടാ പട്ടി എടാ എടാ എട റോഡ് ഇങ്ങനെ ഇങ്ങനെ ഞെങ്ങിഞ്ഞിരിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പോകണം Yeah. Shotgun. അതെന്നാ എവിടെയാ കട്ട് ചെയ്തോ അപ്പൊ അങ്ങനെ പോകുമ്പോ ചെന്നിങ്ങ് ഇന്നലെ ഇറങ്ങണം കുത്തനെ കുത്തനെ അമ്മോ Yeah. Okay. അവിടെ ഇവിടെ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ഓക്കെ ഓക്കെ കണ്ടല്ലോ ഒരു ഇംഗ്ലീഷുകാരനെയൊക്കെ പുല്ലും മാതിരി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും ഇനി ആരാടാ ഉള്ളേ ഇവിടെ Excuse me, ma'am. യെസ് Where is the railway station? എടാ നിന്നോടല്ലേടാ ഇംഗ്ലീഷുകാരാ പട്ടി ഞാൻ ആദ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു അല്ല പിന്നെ ദേഷ്യം വരൂലേ വേണ്ട വേണ്ട എന്ന് പറയുമ്പോ തലേ കയറണ ഹലോ ചേട്ടാ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിയേതാ? എടാ 2 മിനിറ്റ് മുമ്പ് വന്നിരുന്ന നിനക്ക് ഇംഗ്ലീഷുകാരൻ്റെ കൂടെ മാഞ്ഞായിട്ട് അങ്ങോട്ട് പൊക്കൂടായിരുന്നാടാ എന്തിനാ എന്നെ മണ്ടേക്കിടി പൊക്കോടാ. ഇതെന്നാ മഴക്കാറാ ഇനി പണിക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ആകെ കിട്ടുന്ന 300 രൂപയാ. 100 രൂപ ഭക്ഷണത്തിന് വേണം, 100 രൂപ വെള്ളം അടിക്കാൻ വേണം, 100 രൂപ ലോട്ടറിക്ക് വേണം. പിന്നെ കാശ് വേണമെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് കടവും മേടിക്കണം. അയ്യോ ഐശ്വര്യമായിട്ട് പേപ്പർ ഒന്ന് വായിച്ചേക്കാം. ലോട്ടറി ഒന്ന് നോക്കിയാലോ? പിന്നെ നോക്കാം. ചരമകളാണല്ലോ ആദ്യം കാണുന്നത്. ആന്ധ്രയിൽ ബസ് അപകടം. ലോറിയും ബസ്സും കൂട്ടിയിടിച്ച് 20 പേര് മരിച്ചു. ഒരു ബസ് അപകടത്തിൽ 20 പേരാണ് മരിക്കുന്നത്. അയ്യോ 30 പേര് രക്ഷപ്പെട്ടു. അത് ശരം കടുപ്പമായി പോയി. ക്ലാസിഫൈഡ് പരസ്യം. പണിയെടുക്കാതെ എങ്ങനെ കാശുണ്ടാക്കാം? ഇത് കൊള്ളാമല്ലോ. കാലം പോന്ന പോക്കേ. ആ നമ്പരൊക്കെ ഉണ്ടോ? ഇവിടെ പണിയെടുത്തിട്ട് തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ഏതായാലും വിളിക്കാം, അറിയാമല്ലോ. ഹലോ ആരാണ്? പത്രത്തിലൊരു പരസ്യം കണ്ടേ, ക്ലാസിഫൈഡിനകത്തെ ഈ പണിയെടുക്കാതെ എങ്ങനെ കാശുണ്ടാക്കാൻ സംഭവം. അതിന്റെ ആളാണോ? അതെങ്ങനെയാ സെറ്റപ്പ്? എങ്ങനെയാ? അതെ, ഒരു 5 മണി കഴിഞ്ഞ് വിളിക്കാം. അതിനാ ഞാൻ അല്പം പണിയില്ല. വെക്കലേ. ഹലോ വെക്കലേ. ഞാനിപ്പോ ഇവിടെ കെട്ടിടത്തിന്റെ ഇവിടെ അല്ല വഴിയിലാണോ? തന്റെ ഈ മാരകായുധങ്ങൾ വല്ലതും ഉണ്ടോ? ആ മാരകായുധം പുതിയ 2 കറിക്കത്തി ഉണ്ട്. അത് മതി. അതുകൊണ്ട് തന്നെ പരിപാടി. അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ നോക്കി. ഇവിടെ ആരുമില്ല. ഇല്ല, ഒരു പണി ചെയ്താൽ മതി. ആരെങ്കിലും വരുമ്പോ ഒരു കത്തി എടുത്തിട്ട് ആ വരുന്ന ആളുടെ മുന്നിലേക്ക് ചാടി വീഴണം. എന്നിട്ട് ഇങ്ങനെ പറയണം, ആരാ കയ്യിലുള്ള മനസ്സിലായി. പിന്നെ ഒരു കാര്യം, കിട്ടുന്നതിന്റെ 50-50. ഓക്കെ, 50-50 എനിക്ക് തരണമെന്ന്. പകുതി എനിക്ക് അങ്ങോട്ട് തരണോ?
കിട്ടട്ടെ കിട്ടുമ്പോഴല്ലേ അപ്പൊ ഞാൻ വിളിക്കാം. ആ ശരി എന്നാ. പിന്നെ പകുതി അങ്ങോട്ട് കൊടുക്കാൻ. ആ പുള്ളിനെ പറഞ്ഞേ ആരാണ്ടാ എവിടുന്നാടാ അശു ആരാടാ പുള്ളി എന്താ പറഞ്ഞേ ആരാടാ നീ എവിടുത്തുകാരനാടാ? അയ്യോ ആരാടാ? ശരിയാക്കാം. ആരാടാ ആരത് നിക്കട അവിടെ കയ്യിലുള്ള ഓറ ഇപ്പഴാ കിട്ടിയത്. ഒരുത്തം വരുന്നുണ്ട്, ഒരു പണി കൊടുത്തേക്കാം. കത്തി വരുന്നില്ലേ? എന്താണോ എന്താന്ന് എന്താന്ന്? കത്തി നല്ല കത്തി 10 രൂപ. 10 രൂപ വെട്ടാം, ഇറച്ചി വെട്ടാം, കൈമുറിയും. സൂപ്പർ കത്തി, നല്ല മുറിച്ച. കൈ കാണിച്ചേ. പറ്റിയിരുന്നല്ലോ. ഒരു പറ്റിയിരുമില്ല. രാവിലെ ആയതുകൊണ്ട് കൈനീട്ടായതുകൊണ്ട് ഞാൻ തരുവോ? രാവിലെയാണ് ഞാനും മേടിക്കാം. ആവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല, ആദ്യത്തെ കച്ചവടം നടക്കണ്ട. ശരി. അയ്യോ ഞാനെന്ത് പരിപാടിയാ കാണിച്ചത്? 100 രൂപയ്ക്ക് മേടിച്ച കത്തിയാ 10 രൂപയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു. 90 രൂപ എനിക്ക് നഷ്ടം. ഞാനല്ലാതെ അയാളുടെ വാക്ക് കിട്ടിങ്ങനെ പ്രവർത്തിക്കും. എന്നാ ചെയ്യും? ഞാനിപ്പോൾ അയാളൊന്ന് വിളിച്ചു നോക്കണേ. ഇപ്പം ഞാൻ കാണിച്ചു കൊടുത്തു. ഹലോ 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 ഹലോ. മറ്റേത് ഞാൻ ആദ്യം വിളിച്ചിരുന്ന ആളാ. എന്റെ കൂടെ മനുഷ്യൻ എന്തൊരു പണിയാണ് കാണിക്കുന്നത്? ഞാൻ ആ കത്തി കൊണ്ട് വന്നിട്ട് 100 രൂപ മേടിച്ച കത്തി ഞാൻ 10 രൂപ കൊടുക്കേണ്ടി വന്നല്ലോ. ചുമ്മാതെയൊന്നും അങ്ങനെ എടുത്തിയാടിയിട്ട് കാര്യമില്ല. പിന്നെ താമല്ല കയ്യാലപ്പുറത്തും അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആൾക്കാർ വരുമ്പോ അവരുടെ മുന്നിൽ കെടുത്തിയാണോ? എന്നല്ല അവർ പേടിക്കൂ. ഇത് എന്നാ വർദ്ധനോടോ ഈ പറയുന്നത്? നിലത്ത് നിന്നിട്ട് ആരും പേടിക്കുന്നില്ല, പിന്നെ മതിലിന്റെ വെളിയിൽ കയറി ആടിയിട്ട് വേണം പേടിക്കാൻ. അങ്ങനെ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്നെ വിളിക്കും. ശരി ചെയ്തു നോക്കാം. മതിലിന്റെ മേളിൽ ചാര. നീ മതിലിന്റെ മേളിൽ കയറി ഇരുന്നില്ല എന്നുള്ള പരാതി വേണ്ട. ആദ്യം ഡയലോഗ് തെറ്റിപ്പോയോണ്ടാ എന്റെ ഒരു കത്തി പോയത്. ഏതായാലും ഡയലോഗ് മേടിച്ചു. ആരുടെ അവിടെ നിക്കടെ കയ്യിലേറ ഓറ. ഓക്കെ, ഇനി ഒരുത്തം വന്നാ മതി. അവിടുന്ന് ആരും വരുന്നില്ല. ഒരുത്തം വരുന്നുണ്ടേ. എന്താ പറ്റിയേട്ടാ? എന്ത് പറ്റി? ചങ്കത്തല്ലി വീട് ഇവിടെ. എന്റെ ചങ്ക് പോയേ. ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട. കൈയൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ. ചേട്ടാ ഹോസ്പിറ്റലിൽ പോണോ? ഞാൻ കൊണ്ടുവന്നാക്കാന്നേ. ഓട്ടോ വിളിച്ചു തന്നോ? തിരുമ്പി തന്നാ മതി. എല്ലാം ഓക്കെ അല്ലേ? തിരുമ്പി മതി. എന്നാ ഞാൻ പോട്ടെ. ചേട്ടൻ തനിയെ പോക്കോളൂ. ഓക്കെ എന്നാ. എന്ത് കഷ്ടമാണ്. പണിക്ക് പോയാ മതിയായിരുന്നു. ചേട്ടാ ക്ലാസിഫൈഡുകാരാ പട്ടി. നിന്നെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ആദ്യം നിന്നെ ഞാൻ പരീക്ഷിച്ചേരെ. അയ്യോ ചക്കുപോയി. ഇതും കൊണ്ടൊന്നും ഞാൻ പിന്മാറത്തില്ല. ഏതായാലും നനഞ്ഞു. ഇനി കുളിച്ചിട്ട് തന്നെ കാര്യം. ഈ കത്തി കൊണ്ട് ഞാൻ കാശുണ്ടാക്കും. ഒരുത്തം വരുന്നുണ്ട്. ഇന്ന് ഇവന്റെ കൂടെ ആട്ടെ കുളി. ടീമിന്റെ അടുത്താണോടാ കളി? ആ കൊട്ടേഷൻകാരന് പേര് കൊന്നേനെ. നല്ല നേരം അടിക്കാൻ ഞാൻ രക്ഷോട്ടെ. പഴയ വാർക്കപ്പടി തന്നെ മതിയായിരുന്നേ. അയ്യോ അയ്യ പലിശ കിട്ടിയല്ലോ. ബസ്സിനിപ്പോ എപ്പോഴാ കിട്ടണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്റെ അമ്മ 50,000 രൂപ എന്റെ കയ്യിലുണ്ട്. ചെക്കല്ല, ക്യാഷായിട്ട് തന്നെയാ അവര് തന്നത്. മുരുകന് കൊടുക്കാനുള്ള കാശ് ഞാൻ അങ്ങ് വന്ന് കൊടുക്കൂലേ? അവനോട് വീട്ടിൽ വെയിറ്റ് ചെയ്യാൻ പറ. ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ. അടുത്ത ബസ് കയറി ഞാൻ അങ്ങ് വരില്ലേ? ഓക്കെ എന്നാ. ഓക്കെ ചേട്ടാ എനിക്ക് കാശ് വീട്ടിൽ കൊണ്ടു തരാൻ ആവശ്യമുള്ളതാ. എന്താ ആവശ്യം?
പെങ്ങളുടെ കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കാനുള്ള കാശാണ്. അങ്ങനെ ഒരു ഓപ്പറേഷൻ സക്സസ് ആയി. ചങ്കന്തലി വീണല്ല, കൊട്ടേഷൻകാരായിട്ട് ഓടിച്ചല്ല. ഇവ 50,000 കൈ. ഈ കാര്യം ഫോൺ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. ഹലോ, ഞാൻ രാവിലെ വിളിച്ച ചങ്കന്തലി വീണെന്ന് പറഞ്ഞ. അതെ അതെ, ഒരു ഓപ്പറേഷൻ സക്സസ് ആയി. 50,000 രൂപ, 50 രൂപ അടിച്ചു കിട്ടി, ഒരു ബാഗ് കിട്ടി. എന്താണ് 25,000? ഞാൻ അങ്ങോട്ട് തരണോ? നടക്കത്തില്ല. 5 രൂപ, 5 രൂപ. 5 5,000 രൂപ. അത്രേ ഉള്ളൂ, അത്രത്തെ കാര്യമുള്ളൂ. പിന്നെ നെഞ്ചു തല്ലി വീണതും കൊട്ടേഷൻകാരൻ ഓടിച്ചതൊക്കെ ഞാനല്ലേ അനുഭവിച്ചത്. അത് ശരിയാകത്തില്ല, നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. 50-50 ശരിയാകത്തില്ല പറഞ്ഞില്ലേ? തന്നോട് പറഞ്ഞു മനസ്സിലാകത്തില്ലല്ലോ എനിക്ക്. താൻ എന്നാ എന്നാ ചെയ്യും? താൻ എന്ത് ചെയ്യും? എന്താണ്? നടക്കത്തില്ല കേട്ടോ. അവൻ പേടിച്ചു പോയി. പിന്നെ കേട്ടായോ? ഹലോ ഹലോ, ആയിടെ എവിടെ വെച്ചിരുന്നു? അതിനകത്ത് പോയി വെച്ച സാധനം അത് ഇല്ല, ഞാൻ ഇറങ്ങിയിട്ടില്ല. നീ എപ്പോഴാ വരുന്നേന്ന് പറ. വായി കാണുന്നില്ല. അങ്ങനെ അതൊക്കെ പിന്നെ റേഞ്ച് ഇല്ലേ? എന്ത് കഷ്ടമായിരുന്നു. താനെന്താ കാണിക്കുന്നേ? കൊറേ നേരം എന്റെ ദൈവമേ, ഇവിടെ ആരുമില്ലേ? എന്റെ പൊന്നു ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. കൊറേ നേരമായി എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിട്ട്. നമ്മളാരാണാവോ? ഞാൻ ബിങ്കൻ, ശക്തരിൽ ശക്തൻ, എതിരാളി കയറി വേറാളെ. കഴുത്ത് മുറിച്ച് സത്യം പറ, നീ ആ പെൺകുട്ടി എന്താ ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ല. പ്രശ്നം ഞാൻ പറയാം. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പണിയും കഴിഞ്ഞ് വരുന്ന വഴി ഒരു 50,000 പൊരിഞ്ഞു ഒരു ബാഗിലാക്കി അവിടെ കൊണ്ടുവച്ചു. ആ പെങ്കൊച്ച് പാവാടായിട്ട് മുടിയാൻ മേളിൽ കയറി നിൽക്കുക. ആ പൈസ എടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ പെണ്ണ് കിടന്ന് ഒച്ച വെച്ചത്. ഏടാ, നിന്നെ കണ്ടൊരു വശപ്പശ കൊണ്ടല്ലടാ. നീ എടാ മുണ്ടിന്റെ അടിയിൽ അടിപ്പാവട ഇട്ടേക്കണം. ഞാൻ പണിതോണ്ട് വന്ന 50,000 രൂപ അല്ലേ? നീ എന്നെ കൊണ്ടിരിക്കുകയാണ്, പച്ചക്കറി അടിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ തന്നെ നിനക്ക് 50,000 രൂപ കിട്ടിയല്ലേ? നീ ഇങ്ങോട്ട് വാടാ. എന്ത് ചേട്ടാ ഇത്? ഞാൻ പറയുന്നത് കേൾക്കാം. സംഭവന സത്യം പറ. എന്റെ 50,000 രൂപ ബാങ്കിനകത്തുണ്ട്. ഉണ്ട്. ആ പെങ്കൊച്ചിന്റെ പാവട കിടക്കിയിരിക്കുക. ചേട്ടൻ എങ്ങനെയല്ലേ എനിക്ക് എടുത്തു തരണം. എടുത്തു തന്നാ നീ എനിക്ക് എന്ത് തരും? ചേട്ടന് ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഒറ്റ ഉമ്മ അങ്ങ് തരും. അയ്യോടാ, ഞാൻ നിന്റെ കാമുകനല്ലേ? പൈന്റ് മേടിച്ച 2 ഗ്ലാസ് ഓട കഴിച്ചിട്ട് ഉള്ള കാര്യം ഞാനങ്ങ് പറയാം. സിനിമ കാണിക്കാം, ഒരു സിനിമ കാണിക്കാം. ഓ, ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന കൊച്ചല്ലേ സിനിമ കാണിക്കാൻ? ഞാൻ നടക്കണ ഒരു കാര്യം പറയാം. ആ ബാഗ് അങ്ങ് എടുത്തിട്ട് അതിനകത്ത് എത്ര രൂപ പറഞ്ഞു? 50,000. 25,000 രൂപ ഞാനങ്ങ് എടുത്തിട്ട് 25,000 നിനക്ക് അങ്ങോട്ട് പറ്റുമോ? കൊള്ളാമല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയ പൈസ 25 കൊണ്ട് നിങ്ങളങ്ങ് പോകുന്നു. കുലുക്കല്ലേ, ചുണ്ടൊക്കെ അങ്ങ് തെറിച്ചു. എങ്കിൽ ഞാൻ പോവുക. ഒരു കാര്യം ചെയ്യും, 25 25 ഞാൻ ഏറ്റിരിക്കുന്നു. പക്ഷെ ബാഗ് എനിക്ക് എടുത്തു തരണം. ബാഗ് എടുത്തു തരാം. ഓക്കെ. പഠിച്ച പണി 18 നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ എന്നാ പടുത്തു നിൽക്കുന്ന പെണ്ണോ? മാറിയിടോ. എന്റെ അടുത്ത് അവകട കളി. ഞാൻ ആരുടെയൊക്കെ മോൻ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എന്റെ 25,000 ഞാനും എടുത്തിട്ടുണ്ട്. ഇയാൾക്കടെ 25,000 പിടിച്ചോ. ആവശ്യത്തിന് നോക്കി എന്റെ കാശ് കൊണ്ട് പോകുന്ന കണ്ടോ? എടി ഞാൻ എടി മൂദേവി, എടി ഭദ്രകാളി, എന്നാ പണിയാണ് നീ കാണിച്ചത്? എടി എത്ര നേരം ബാഗിന് പണി അവിടെ വന്ന് നിന്നടി. ഞാന് നീ എന്നിട്ട് ആളെ വിളിച്ച് തല്ലിക്കോ അല്ലേ പട്ടി? ഞാൻ ചോദിച്ചിട്ട് ബാഗ് തന്നോടി, നീ വല്ലോടത്ത് കിടന്ന് ബാഗ് കൊണ്ട് പോയില്ലടി. എടോ, തനിക്ക് അത് വല്ലയിടത്തൊന്നും വന്നയാളായിരിക്കും, പക്ഷെ എനിക്കുണ്ടല്ലോ എന്റെ സ്വന്തം ഭർത്താവാ അത്.
നിക്കണവിടെ. എടാ, അവിടെ നിക്ക്. പോലീസ് കൊണ്ട് ഓടിക്കരുതെന്ന്. എടാ, അവിടെ നിൽക്കാനല്ലേ പറഞ്ഞു. പിടിച്ചു. നിങ്ങളെ ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണം. സാറന്മാർക്ക് വേണമെങ്കിൽ ഞങ്ങളെ പരിശോധിക്കാം. ഇന്ത്യയൊക്കെ രൂപം സാദൃശ്യമുള്ള രണ്ടാവന്മാരാ ഹോട്ടൽ സാഗര ഒളിക്യാമറ വെച്ചത് അറിയാവോ? അയ്യോ സാറേ അത് ഞങ്ങളല്ല. നിങ്ങളാണെങ്കിലും അല്ലെങ്കിലും ഹോട്ടൽ ഉടമയുടെ ഭാര്യ താമസിച്ച മുറിയിലാണ് ക്യാമറ കണ്ടത്. നിങ്ങൾ അല്ലായിരിക്കും ഒരുപക്ഷെ ക്യാമറ വെച്ചത്. പക്ഷെ 24 മണിക്കൂറിനുള്ളിൽ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ തോപ്പി തരക്കും. എന്ത് മാർഗം? ഇത്തരം പ്രവൃത്തികൾ ഗൾഫിലാണ് ചെയ്തിരുന്നെങ്കിലേ ചെയ്യുന്നവന്റെ കൈ രണ്ടും വെട്ടിയേനെ. അതെന്തിനാ ടിന്റു മോനെ? എന്നാൽ ഇവിടെ ഉള്ളവർക്ക് പിച്ചെടുത്തെങ്കിലും ഈ ക്യാമറ വെച്ചവനെ കൈ കിട്ടിയാണ്ടല്ലോ അവനൊക്കെ കയർ ഉറപ്പാ. എടാ കാന്താരി, നീ കിടന്ന് വിളയല്ലേ, നിന്നെ ഞങ്ങൾക്കറിയാം. ഇത് നമ്മുടെ പാവൻ ടിന്റുമോനല്ലേ? ഇവനാ പാവ മാവേലിക്ക് അറിയാൻ വരാൻട്ടാ. ഇവൻ സ്വന്തം അമ്മയുടെ അനിയത്തിനെ രാത്രി ഫോൺ ചെയ്തിട്ട് കെട്ടിക്കോളാന്ന് പറഞ്ഞ ടിന്റുമോനെ ഞാൻ ഈ കേൾക്കുന്നത് ശരിയാണോ ടിന്റുമോനെ? അത് പിന്നെ മാവേലി കവലയിലെ ഓട്ടോക്കാരൻ ചേട്ടൻ നമ്പർ തന്നിട്ടുണ്ട്. രാത്രി വിളിച്ച വളയുന്ന പെണ്ണാണ്. ഞാൻ അറിഞ്ഞ അമ്മയുടെ അനിയത്തിയുടെ നമ്പർ. ഇങ്ങോട്ട് മാറിക്കടാ. ഈ കേസിൽ നിന്ന് നീ ഒന്നും രക്ഷപ്പെടത്തില്ല. കാരണം ഈ കേസ് അന്വേഷിക്കുന്ന ആരാ? SI കടുവാരംഗൻ. കടുവാരംഗനോ? ഈ ക്യാമറ കണ്ടുപിടിച്ചതാരാ? ക്യാമറ കണ്ടുപിടിച്ച ആരാണെന്ന് അറിയാൻ മേല. പക്ഷെ റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണിയാ. ക്യാമറ വെച്ചതാരാണ്? എന്റെ പൊന്നു സാറേ, അത് വെച്ചവനല്ലേ അറിയാവൂ. അല്ലേലും വെച്ചവനെ അറിയത്തുള്ളൂ. ഒളി ക്യാമറ ആദ്യം കണ്ടുപിടിച്ചതാരാണ്? ഞാനാണ് സാറേ. ഞാൻ താമസിച്ച മുറിയിലെ ഒളിക്യാമറ ഉണ്ടായിരുന്നത്. ഈ സാധനം ക്യാമറ ഒതുങ്ങും. ചൈനയുടെ സെറ്റ് ആയിരിക്കും. ആ സമയം കുമാരപുരം പഞ്ചായത്തിൽ മഴയുണ്ടായിരുന്നു. ക്ലോസറ്റിൽ വെള്ളമുണ്ടായിരുന്നു. പൂച്ച പച്ചടപ്പുണ്ടായിരുന്നു. പറയൂ, അറിയത്തില്ല സാറേ, അറിയത്തില്ല. ഏകദേശം എത്ര മണിക്കാണ് വെച്ചത് ക്യാമറ തന്നെ മനസ്സിലായത്? അറിയില്ല സാർ. കോൺസ്റ്റബിൾ, ഈ പഞ്ചായത്തിലുള്ള എല്ലാ ക്യാമറയുടെ ഓരോ ഫോട്ടോകൾ ഇന്ന് എനിക്ക് കിട്ടണം. എന്റെ അനുവാദമില്ലാതെ ഒരൊറ്റ ക്യാമറയും ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല. ബ്ലോക്ക് ചെയ്യണം. എന്റെ പൊന്നു സാറേ, ഇപ്പൊ തന്നെ ടൗൺ വിടാൻ ബ്ലോക്ക്. ഇനി ബ്ലോക്ക് ചെയ്യണം. ഹലോ, സാറിന് ഫോൺ. രക്ഷപ്പെടുത്താനുള്ള റെക്കമെൻഡാ. അതിന്റെ മുമ്പിൽ ഈ കടുവാരൊക്കെ വീഴത്തില്ല. വെക്കണോ? വീടിന് തീ പിടിച്ചു. വീടിന് തീ പിടിച്ചത് അതിന് ഞാൻ വേണം. നാ വീട്ടിൽ പോകും. സാറിന്റെ വീടിനാ തീ പിടിച്ചത്. സാറിന്റെ വീടിനാ തീ പിടിച്ചതെന്ന്. സാർ വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ വീടിന് തീ പിടിച്ച് എനിക്ക് ഉടനെ പോണം. ഞാൻ പോവാ. എന്റെ പൊന്ന് സാറേ, സാറ് വിഷമിക്കേണ്ട കാര്യമില്ല. അവർ ഫയർഫോഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് വന്ന് തീ കെടുത്തിക്കോളൂ. അല്ല സാറിപ്പോ പോയാലും തീ അണയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഞാൻ തീ അണയ്ക്കാൻ പോവല്ല. പിന്നെ ഞാൻ ചെന്നില്ലെങ്കിലേ ആ ചെടിച്ചട്ടി മൊത്തം ഫയർഫോഴ്സുകാർ ചവിട്ടി പൊട്ടിച്ച് കളയും. എത്ര രൂപ മുടക്കിയതാണെന്നറിയാവോ? സാർ ഈ കേസ് തെളിയിച്ചിട്ട് പോയാൽ മതി. ഇത് കേരളത്തിലെ മൊത്തം സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സാറിനും ഇല്ലേ അമ്മയും പെങ്ങന്മാരും? അവർക്ക് ഈ ഗതി വന്നതെങ്കിലോ? സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. സാറിന്റെ കാല് പിടിക്കാന്ന് പറഞ്ഞത്. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും മുടി വെച്ചിട്ട് കേസ് അന്വേഷിക്കുന്ന ഒറ്റ അസയേ ഉള്ളൂ, ഈ കടുവാരംഗൻ. എന്റെ കാല് പിടിക്കാവുന്നു. വേണമെങ്കിൽ കയ്യാലത് പിടിക്കും. ഹലോ. എന്നാ സാർ? ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ട്. എന്താണ് സാർ? ഹോട്ടലിൽ നിങ്ങളുടെ മുറിയിൽ ക്യാമറ വെച്ചത് അറിഞ്ഞ് വിദേശത്തു നിന്നും നിങ്ങളുടെ ഭർത്താവ് ഉടനെ ഇവിടെ എത്തുന്നുണ്ടെന്ന്. ഞാൻ ഈ കേസ് കളിക്കുമ്പോ താൻ എന്നെ അടുത്തോണ്ടിരിക്കാടൂ. ഞാൻ ഈ പേനെ ഒന്ന് തെളിയിക്കാൻ നോക്കൂ. എന്നോട് തന്നെ ഒരു പേന ആവശ്യമുള്ള കാര്യമാണ്. ആഹാ. ചേട്ടാ, ചേട്ടൻ വിദേശത്ത് പോയപ്പോ എന്നെ ആരോ പറ്റിച്ചു. എന്റെ മുറിയിൽ ആരോ ഒളിക്യാമറ വെച്ചു. സാറേ, ദൈവത്തോർത്ത് സാറ് കേസ് ഒന്ന് പിൻവലിക്കണം. ചേട്ടാ, മിണ്ടലടി. What do you mean? That is impossible. അതെ സാർ. സാർ, എന്റെ മുറിയിൽ എന്റെ ഭാര്യയുടെ മുറിയിൽ ഒളിക്യാമറ വെച്ച കേസ് സാർ ദൈവത്തോർത്ത് പിൻവലിക്കണം.
That is impossible. ഊട്ടി, ബോംബെ, കൽക്കട്ട, മദ്രാസ്, അടിമാലി ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്നും എല്ലാ ഒളിക്യാമറ മാഫിയ സംഘങ്ങളെ പൊക്കിയവനാണ് ഈ കടുവ രംഗൻ. എന്റെ അടുത്ത് കേസ് പിൻവലിക്കാനോ ഞാൻ സമ്മതിക്കില്ല. ഇന്നലെ ഇതുപോലെ 2 നിരപരാധികളെ സാർ ഇടിച്ച് സമ്മതിപ്പിച്ച അല്ലേ സാർ? ഓ സാറിനെ സമ്മതിക്കണം, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പൊന്ന് സാറേ, സാറേ വന്നേ. സാറേ ഈ കേസൊന്നും തെളിയാൻ പോകുന്നില്ല സാറേ. ഞാൻ തെളിയിക്കും. സാറേ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വിദേശത്ത് പോയില്ലേ? ഈ സമയത്ത് എന്റെ ഭാര്യയെ സംശയമുള്ളത് കാരണം അവൾ അറിയാതെ ഞാനല്ലേ അവളുടെ മുറിയിൽ ഒളിക്യാമറ വെച്ചത്. ഇവിടെ വരൂ. അങ്ങനാണെങ്കിൽ താൻ എന്റെ വീട് വരെ ഒന്ന് വരേണ്ടി വരും. എന്തിനു സാറേ? എന്റെ വീട്ടിൽ ഒരു ക്യാമറ വെച്ചതാണ്. നിരപരാധികളായ നമ്മളിപ്പോ പോലീസ് പൊക്കീനെ. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരള സന്ദർശനം നിർത്തേണ്ടി വരുമെന്നാ നമുക്ക് തോന്നണേ. കഴിഞ്ഞ തവണ പോലീസ് എന്നെ പൊക്കിട്ട് ചോദിക്കുകയാണ് ഞാൻ സിമിയുടെ ആളാണ്. എന്നിട്ട് ടിന്റുമോൻ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു സിമിയുടെ ആളല്ല, സുമിയുടെ ഇനിയിപ്പം അവര് വന്നില്ലേ ഞങ്ങൾ ഓണാഘോഷിക്കും. ഞാനില്ലാതെ മലയാളികൾക്ക് എന്തോണാ ടിന്റുമോനെ ഉള്ളത്? മാവേലിന് വല്ല എന്തൊക്കെയാ വിറ്റഴിക്കുന്ന മാവേലിക്കറിയാവാ? അതറിയണമെങ്കിൽ വില്ലേജ് വാ. എന്റെ ടിന്റുമോനെ അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. ഹലോ, വില്ലേജ് ഓഫീസ് അല്ലേ? അങ്ങനെയാണല്ലോ ഇവിടെ എഴുതി വെച്ചേക്കണേ. വില്ലേജ് ഓഫീസ്, വില്ലേജ് ഓഫീസ്. ആരേത്? ഞാൻ തങ്കപ്പൻ. ഏത് തങ്കപ്പൻ? മൂലംകുഴി തങ്കപ്പൻ. തങ്കപ്പൻ. എന്താ തങ്കപ്പ? ഞാനൊരു അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നേ. അപേക്ഷ മൂലംകുഴി തങ്കപ്പൻ. കഴിഞ്ഞ 12-ാം തീയതി ആണല്ലേ? അതെ. ഞാൻ നോക്കട്ടെ കേട്ടോ. ഓ, ഈ അപേക്ഷ അതെ കുറെ ഫയലുള്ളതുകൊണ്ടേ ഏതാണെന്ന് പെട്ടെന്ന് തപ്പിയെടുക്കാൻ പറ്റില്ല. എല്ലാ അലമാരിലും അടിക്കടിക്ക് വെച്ചേക്കുവാണേ, അതാണ്. ഓ, മൂലംകുഴി തങ്കപ്പൻ. കിട്ടി 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 കിട്ടി. ഓ, വരുമാന സർട്ടിഫിക്കറ്റ് അല്ലേ? അതെ. അതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കാം. എപ്പോഴാ വരണ്ടെന്ന് പറഞ്ഞാൽ മതി. സമയം കിട്ടുമ്പോ പോരെ കേട്ടോ. ഓ, ശരി ശരി. മൂലംകുഴി. ശരിയെന്നാ തങ്കപ്പൻ അവിടെ. അയ്യോ, പുതിയ വില്ലേജ് ഓഫീസറാ. കാലത്ത് കൃത്യം 12 മണിക്ക് വന്നു കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കാനും തുടങ്ങി. എന്റെ പൊന്നു സാറേ, സാർ ഈ വില്ലേജിലെ ഉത്തരവാദിത്തമുള്ള ഒരു വില്ലേജ് ഓഫീസറാ. എന്നിട്ട് ഇങ്ങനെയാണോ കളിക്കുന്നേ? ഞെക്ക് കട്ടേലി ഞെക്ക്. നേരെ വിട്, നേരെ വിട്. മണല് കേറി പാളും, മോന്തെ കുത്തി വീഴുപ്പേ. വെറുതെ സിനിമാ നടൻ ബഹദൂറിന്റെ മോന്തയും വെച്ചിരിക്കുക സാറേ. അതല്ലാന്ന് മണല്. അയ്യോ അങ്ങോട്ട് പോലെ കൊക്കയത്. കൊക്ക അന്ന് 2 കൊക്ക എടുത്ത് നമുക്ക് തിന്നാം. കൊക്കായോ? കൊക്കോക്കായല്ലെന്ന് കൊക്കയത്. കറങ്ങ തിരിക്കുക സാറേ. അങ്ങനെയല്ല, ഇങ്ങനെ. ആ ഫോൺ അവിടെ ഇടും. എന്തരല്ല സാറേ, ഇത് കണ്ടോ? സാറേ ഇത് ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ തിരിച്ചിങ്ങനെ വളക്കണ്ടേ? വളക്കത് ഇത് പിടിച്ചിങ്ങനെ തിരിക്കുക. എന്റെ പൊന്ന് സാറ് ഓടിച്ച് ഹൈ റേഞ്ചിൽ കൂടെ പോണായി പോലെ ഇതേ പിടിക്ക്. സാറിനെ പ്രശ്നം വെക്കുകയാണോ? അങ്ങനെയല്ലെന്നത് ഇങ്ങനെ പിടിച്ച് കണ്ട നശിപ്പിച്ച് ഞാൻ 30 ആക്കി വെച്ചതാ. എന്തിനാ 30 ആക്കണം? നമുക്കൊരു ലിറ്റർ ആക്കിയാൽ കുഴപ്പം. ഓടോടുന്നു. എന്റെ പൊന്നി സാറേ, സാറൊരു വില്ലേജ് ഓഫീസറല്ലേ? ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന സാറുണ്ടല്ലോ, ലക്ഷങ്ങൾ ഉണ്ടാക്കിയാ പോയാ. അത് സാറിന് അറിയാവോ? ഓടോടുന്നു. ഞാൻ കൈക്കൂലൊന്നും മേടിക്കൊന്നുമില്ല. ഈ പുള്ളി തിന്നനെ കൊണ്ട് തീറ്റിക്കൂല, തിന്നനെ കൊണ്ട് തീറ്റിക്കൂല. തെറ്റിപ്പോയോ? എന്റെ പൊന്നി സാറേ, സാറിങ്ങനെ സർവക്കല് പോലെ ഒന്ന് ഇരുന്ന് തരാവോ? ആരെങ്കിലും ഞാനിങ്ങ് തള്ളിവിടാം. സാറിങ്ങനെ വെറുതെ ഒപ്പിട്ട് നിന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. താൻ എന്തേലും ചെയ്. ഓ, അതേ പുറത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇന്ന് കോൾ അടിച്ച് ചാകര അങ്ങ. എന്റെ കാർ ഓടണില്ല. അയ്യോ, ഇതെന്നടാ കാർമേഘം നിറഞ്ഞിട്ട് അല്ല, ഞാനൊരു അപേക്ഷയായിട്ട് വന്നാണ്. അപേക്ഷയായിട്ട് വന്നാണല്ലേ? പിന്നെ ഒരു കാര്യം, വില്ലേജ് ഓഫീസർ പുതിയതാ. പുള്ളി കൈക്കൂലി മേടിക്കണം. രക്ഷപ്പെട്ട് സാറേ, നമ്മുടെ ആളാ. അറിഞ്ഞങ്ങ് മറ്റേ ഇതട്ടോ എല്ലാം ഞാൻ അറിഞ്ഞു ചെയ്തോളാം. എവിടെന്ന് പറഞ്ഞാ ഈ ഫുൾ ടോസർ? ഇവൻ എവിടെന്നാ പോലും റേഷനറി മേടിക്കണത്? അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ ഒരു പാവാണ്. അയ്യോ സാറേ, ഞാൻ 2 വർഷം ഇതിലെ കയറി ഇറങ്ങുന്ന ആളാണ്. എങ്ങനെ? ഞാൻ 2 വർഷം ഇതിലെ കയറി ഇറങ്ങുന്ന ആളാണെന്ന്. എന്താ പേര്? എന്റെ പേര് ബിനു കാവേരി. തന്റെ ഫയൽ ഞാൻ കണ്ടിരുന്നു. ആ ഫയലിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പഠിച്ചു. അല്ല, അപ്പൊ എന്റെ കാര്യം എന്തായി സാറേ? കാര്യമൊന്നും ശരിയായിട്ടില്ല. മുന്നാധാരവും പിന്നാധാരവും വേണം. അല്ല, ഞാൻ മുമ്പ് ഒരു ആധാരം നൽകിയിരുന്നു. അത് മുന്നാധാരം. പിന്നാധാരം എവിടെ? അല്ല, ഞാൻ പിന്നെ ഒരു ആധാരം തന്നായിരുന്നു. പിന്നാധാരം വേണോന്ന്? അല്ല, ഞാൻ ഇനി ആധാരം തന്നത് പിന്നെ ആധാരമായി പോവില്ലേ? എന്റെ ചങ്ങാതി, എനിക്കൊന്നും അറിയാൻ പാടില്ല. മുന്നാധാരം പിന്നാധാരം ഇല്ലാണ്ട് ഇവിടെ ഒരു ഇടപാട് നടക്കില്ല. താൻ പൊക്കെ എനിക്ക് കളിക്കണം. പിന്നെ വന്നേ, ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. താനാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. എന്നാന്ന്? എടോ, താൻ ആരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണോന്ന്. ആ സർട്ടിഫിക്കറ്റ് പേരെന്താണ്? താൻ ആരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. തൻതാനാരാ സർട്ടിഫിക്കറ്റ്. എന്നാന്ന്? തൻതാനാരാ സർട്ടിഫിക്കറ്റ്. അല്ല സാർ, എനിക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ടേ.
അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഫീഡ് ചെയ്ത് വെക്കായിരുന്നു. എടോ തന്താനാരാ സർട്ടിഫിക്കറ്റ്. തന്താനാരാ സർട്ടിഫിക്കറ്റ്. താനനം തന്നെ തന്നരം താനേ തന്നരം താനാരേ തന്നന്ന. ഇവന് ശബരിമല സീസണിൽ നല്ല കൊയ്ത്തായിരിക്കും. ഇനി ബൈക്ക് റേസ് കളിക്കാം. താൻ പിന്നെ വന്ന എല്ലാം ഉണർന്നുണ്ടല്ലോ. പിന്നെ ഇത് തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി, ഇത് റേഷൻ കാർഡിന്റെ കോപ്പി, ഇത് SSLC ബുക്കിന്റെ കോപ്പി, ഇത് കരം തീർത്ത രസീത്, ഇത് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, SSLC ബുക്കിന്റെ കോപ്പി, കരം തീർത്ത രസീത്, റേഷൻ കാർഡിന്റെ കോപ്പി, തിരിച്ചറിയൽ കാർഡ് എല്ലാം ഉണ്ട്. എന്താ സാറേ ഇത്? അല്ല ശീലിച്ചു പോയി അതാണ്. അപ്പൊ എല്ലാം ഓക്കെ, പക്ഷേ അപേക്ഷയില്ല. അപേക്ഷ ഇത് പിടിച്ച്. വരുന്ന മാസം 16-ാം തീയതി എന്റെ പെങ്ങളുടെ കല്യാണം. സാറും കുടുംബം തലേ ദിവസം വരണം. അയ്യോടാ, അറ്റസ്റ്റ് ചെയ്ത കല്യാണക്കുറിയായിരുന്നു. ഇനിയിപ്പൊ കല്യാണത്തിന് പോയിരിക്കാനും പറ്റില്ല. അടപ്പുള്ള പ്രോപ്പർട്ടിയായിട്ട് വരണേ. ഇതിനൊക്കെ എന്നാ ചെയ്യണമെന്ന് ആലോചിക്കണം. ഈ ചങ്ങാതി തന്നെ സാറിന പരിപാടി സാർ കാണിച്ച ഇത് ആ ചങ്ങാതി തന്നിട്ട് അപേക്ഷയല്ലേ? അയ്യോ പുറത്ത് പറയില്ലേട്ടാ, ഇത് എന്റെ ഒരു അപേക്ഷയാണ്. അപേക്ഷ ആട്ടെ. ഇപ്പൊ എത്രയായി? ഇപ്പോ കണ്ട ആ കാറിന്റെ കളിയും കളഞ്ഞു. ഈ മേഡം വരുമ്പോ 40. അയ്യോ സാറിന്റെ വയസ്സല്ലേ ചോദിച്ചത്? വന്നവന്മാര് വല്ലതും തന്നേച്ച് പോയോ? എനിക്കൊന്നും തന്നില്ല, താൻ മേടിച്ചോളാന്നല്ലേ പറഞ്ഞത്. അപ്പൊ മേടിച്ചില്ലേ? ഞാൻ മേടിച്ചില്ല. അത് ഇപ്പൊ ഒരു കോള് വരും. അയ്യോ എന്നാ ജനലും വാലൊക്കെ അടിച്ചോ, നമുക്ക് വീട്ടിൽ പോവാം. കാറ്റും കോളും എനിക്ക് പേടിയാ. ഒന്നാമത്തെ ഇത് ചോദിച്ചു. എന്റെ പൊന്നി സാറേ അതല്ലെന്ന്. കാശ് മാട്ടൊരുത്തിന് ഇപ്പൊ എങ്ങ് വരും, അതെങ്കിലും ഒപ്പിട്ടൊന്ന് മേടിക്കണം. ഞാൻ കേട്ടോ, ഇതെങ്കിലും ഒന്ന് മേടിച്ചാ മതിയായിരുന്നു. കസാര നീക്ക ഇപ്പൊ എല്ലാരും മുറിഞ്ഞ് താഴെ പോകും. നമസ്കാരം സാർ, എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. എങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു? എടോ വരുമാന സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, മനസ്സിലായോ? താൻ കരം കെട്ടിയിട്ടുണ്ടോ? എടോ വരുമാന സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വരുമ്പോ കരം കെട്ടിയിട്ട് വേണ്ടേ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ? സംഭവം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ എല്ലാം കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കിടന്ന് തിരുവാതിര കളിക്കുന്നത്. ഇതെന്തിനാ? സാറിന്റെ ഇണക്കത്തിന് കരം കെട്ട് കെട്ടി, പിന്നെ കരം കെട്ടിടതും വൈകുന്നേരം വീട്ടിൽ പോകാനുള്ളതാണ്. ഓ അതല്ല പറഞ്ഞത്, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടോ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ട് എല്ലാം കൊണ്ട് കയ്യിൽ വെച്ചേക്കോ. എന്നിട്ടാണ് ഇന്നാ പറ്റി. ചായക്കടക്കാരന് 75, പാലുകാരന് 150, പലചരക്കടക്കാരന് 450, ഷാപ്പിൽ 750. ഷാപ്പിൽ എത്ര? 750. അത്രയൊന്നുമില്ല, ഒരു 100-150 രൂപ കാണും. അത് കള്ളക്കണക്കിൽ ചോദിച്ചേക്കുവാ. ഈ പറ്റിയിട്ടല്ല. ഇവനൊക്കെ ബാക്കിയുള്ളവന്റെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കുമല്ലോ. മോനെ അതല്ല, ഇങ്ങോട്ട് നോക്ക്. അതായത് മോന്റെ കയ്യിൽ ഇപ്പൊ വസ്തു വല്ലതും ഉണ്ടോ? എന്റെ കയ്യിൽ ഒരു വസ്തു ഇല്ലല്ലോ, ദേ കൈ ഫ്രീ അല്ലേ. പിന്നെ സാറിന് നിർബന്ധമാണെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും വസ്തു എടുത്ത് ഞാൻ കയ്യിൽ. ഇവൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. എടാ അതല്ല ഞാൻ പറഞ്ഞത്, നിന്റെ പേരിൽ എത്ര സെന്റ് സ്ഥലം ഉണ്ടെന്ന്. 10 സെന്റ്. 10 സെന്റ് സ്ഥലം ഉണ്ടല്ലേ? അപ്പൊ നിന്റെ അച്ഛന്റെ സ്വത്തോ? അച്ഛന്റെ സ്വത്താണല്ലോ ഞാൻ. സ്വത്തല്ലടാ, നീ നത്ത്. ആഫ്രിക്കൻ മുഴുവനെ പോലെ ഇരിക്കുക, എന്നിട്ട് അവൻ സ്വത്താണെന്ന്. തനിക്കിപ്പൊ എന്താണോ വേണ്ടത്? വരുമാന സർട്ടിഫിക്കറ്റ്. വരുമാന സർട്ടിഫിക്കറ്റ്. എടോ വരുമാന സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആദ്യം താൻ പോക്കുവരവ് ചെയ്തോ? പോക്കുവരവ് ചെയ്തോണ്ടിരുന്ന സാർ, ഒരു ദിവസം നാട്ടുകാർ തെങ്ങെ പിടിച്ച് കിട്ടി തല്ലിയപ്പം അതങ്ങട്ട് നിർത്തി. ഓ എടോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. തന്റെ മാസ വരുമാനം 4000 രൂപ. 4000 രൂപ. അതില് വരവ്, ചെലവ്, നീക്ക് ബാക്കി, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഇങ്ങ് പറഞ്ഞേ. വരെന്ന് പറഞ്ഞാൽ ഒരു 9:30 ആകുമ്പോ ഞാൻ വരും. ചെലവെന്ന് പറഞ്ഞാൽ കിട്ടണ മുഴുവൻ ചെലവായി. ഇപ്പൊ നീക്കി ബാക്കി നല്ല നീക്കും. അത് കാരണം ബാക്കിയൊന്നും കാണില്ല. ഓ എടോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ താൻ ഒരു ദിവസം ജോലി ചെയ്ത് കിട്ടുന്നതാണ് വരവ്. അതിന് താൻ ചെലവാക്കുന്നതാണ് ചെലവ്. ഇതെല്ലാം കഴിഞ്ഞ് താൻ വീട്ടിൽ ചെന്ന് പോക്കറ്റിൽ ഉണ്ടാവുന്നതാണ് നീക്ക് ബാക്കി. അങ്ങനെ എല്ലാം കൂട്ടുമ്പോ ഒരു മാസത്തെ തന്റെ കറണ്ട് ബില്ല് എത്രയാണ്? 85 രൂപ. എന്നത് ഈ മാസത്തെ കറണ്ട് ബില്ല്? അത് കൂടുതലാന്നേ. ടിവിയും ഫാനും മിക്സിയും ഒന്നുമില്ല, എന്നിട്ട് 3 രൂപ. അല്ല തനിക്ക് വസ്തു ഉണ്ടെന്നുള്ളത് സത്യമല്ലേ? ഉള്ളതാന്നേ. അങ്ങനെ പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കൂല. സ്കെച്ചും പ്ലാൻ കൊടുക്ക്. ഇന്നാ ഇതെന്താ? ഇത് സ്കെച്ച്. ഇനി പറ സാറിന്റെ പ്ലാൻ എന്നാ? ഇത് തരാനാണ് പ്ലാനെങ്കിൽ അത് പറ, തരാനല്ലെങ്കിൽ അത് പറ. ഇനി വൈകിട്ട് 2 അടിക്കാനാണ് പ്ലാനെങ്കിൽ അത് പറ. കാവഴിക്ക് നീങ്ങാലോ. ഓ എടോ അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന്? അത് നിർത്തലാക്കില്ല, അതിന് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? നീ ഏത് ശൈശവഭാഗം? ഇവൻ എന്നെ പ്രാന്ത് പിടിപ്പിക്കും. എടോ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടോ? അതിപ്പോഴാണ് പറയുന്നത്, ഇച്ചിരി നേരത്തെ പറയണ്ടായിരുന്ന. കുമാരനാ ജാതി തെളിക്കണം, അവൻ ജാതി തെളിച്ചിട്ട് തെങ്ങ് തെളിക്കാൻ പോയി. ഇനി വേണം തെങ്ങ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് മേടിച്ചു. എല്ലാം പോട്ടെ, അപേക്ഷകനും വസ്തുവും തമ്മിലുള്ള ബന്ധമെങ്കിലും ഒന്ന് തെളിയിക്കി. നല്ല ബന്ധമല്ലേ? അപേക്ഷകനായി ഞാൻ ഇതേ വസ്തുവിലൂടെ നടന്ന് പണിക്ക് പോകുന്നു, വൈകിട്ട് ഇതേ വസ്തുവിലൂടെ തിരിച്ച് വീട്ടിൽ വരുന്നു. 2 അടിച്ചു കഴിഞ്ഞാൽ ഇതേ വസ്തുവിൽ തന്നെ വാളും വെച്ച് കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ അപേക്ഷകൻ വസ്തുവായിട്ട് നല്ല ബന്ധമല്ലേ? എടോ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇങ്ങനെ പോയാ സാറ് എനിക്കൊരു ബാധ്യതയാവും. അത് വേണ്ട. അങ്ങനെ വഴിക്ക് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതിന് സർട്ടിഫിക്കറ്റ് വേണം.
ഞാൻ ജീവിച്ചിരിപ്പില്ലേ? സാറിന് അറിയാൻ മേലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. താൻ ചിലപ്പോ ഗോപാലനായിരിക്കും, തങ്കപ്പനായിരിക്കും, തനിക്ക് ചിലപ്പോ ജീവനുണ്ടാവും. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ താൻ ജീവിച്ചിരിപ്പെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തന്നെ വേണം. എന്റെ സാറേ, നമ്മളിപ്പോ സംസാരിച്ചിരിക്കുവാണല്ലോ. അതിൽ കാര്യമില്ല, സർട്ടിഫിക്കറ്റ് വേണോന്ന്. അതിന് സർട്ടിഫിക്കറ്റ് എന്തിനാ? താൻ ജീവിച്ചിരിപ്പെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് തന്നെ. എന്റെ പൊന്നളി, അതല്ല അളിയനാ? നമ്മളിങ്ങനെ സാറ് നമ്മളിങ്ങനെ സംസാരിച്ചൊരു ഇതിൽ എടോ, ആയിരിക്കും. അത് കിട്ടിയാലേ തനിക്ക് ഇവിടുന്ന് ഞാൻ ഈ പേപ്പർ എഴുതുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തരില്ല. തരില്ല? ഇല്ല. അല്ല, ഇതല്ലാതെ വേറെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ നമുക്ക് യോഗമല്ലോ. എന്ത് അഡ്ജസ്റ്റ്മെന്റ് എന്താ നടത്താൻ പറ്റുമെന്ന്? കണ്ണടറിപ്പോയി. ഇത് നേരത്തെ പറയായിരുന്നെങ്കിൽ പണ്ടൊക്കെ എഴുതി മേടിച്ചോണ്ട് പോയായിരുന്നില്ലേ? ആണല്ലേ? പിന്നെ അപ്പൊ എനിക്ക് ഒരു 1000 രൂപ എഴുതി തന്നേക്കാം. പിന്നെ പിന്നെ നമ്മുടെ പ്യൂണില്ലേ, അവനൊരു 500 കൊടുത്തേരും. 500 ഇച്ചിരി വേണ്ട, കൊട്ടേഷനിൽ പെട്ടാ. 600 കൊടുത്തേക്കാം. പിന്നെ സ്റ്റാഫിനൊരു 100 കൊടുക്കും. 100? അത് കുഴപ്പമില്ല, കൊടുക്കുക. എത്ര പേര്? 13 പേരേ ഉള്ളൂ. 13? പിന്നെ എഴുത്തുകൂലി ഒരു 250 രൂപ. 250 സാറേ. പിന്നെ നോക്കൂലി ഒരു 150 രൂപ. നോക്കൂലി? അകത്ത് ഒരു പെണ്ണ് എഴുതുന്നുണ്ടോ, അവൾ എഴുതുന്നത് ശരിയാണോ എന്ന് വെളുപ്പിനെ പോലും ഒരുത്തിന് അവിടെ നോക്കിയിരിക്കുന്നതാണ്. അതാണ് നോക്കൂലി. മനസ്സിലായോ? പിന്നെ 100 കോപ്പി ഫോട്ടോസ്റ്റാറ്റ്. 100 കോപ്പി? അത് നമ്മുടെ ഇല്ല അന്നാമ്മയുടെ കടയിൽ നിന്ന് തന്നെ എടുക്കണം. അതങ്ങനെയാ. അയ്യോ 12 രൂപ. 3 ചോറ്, 3 ബീഫ് ഫ്രൈ സ്പെഷ്യൽ കേട്ടോ. അപ്പൊ എല്ലാം കൂടി 1000, 500, 250, 6475 രൂപയ്ക്ക് തനിക്ക് ഈ സാധനം ഞാൻ അങ്ങ് എഴുതി തരും. അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട? വേണ്ടെന്നോ? വേണ്ടേ? വേണ്ട. ഞാൻ മേടിക്കാതെ വിടൂല. മേടിക്കാതെ വിടൂല? ആശ തന്നിട്ട് മേടിക്കാതെ പോകരുത്. അല്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു. മേടിക്കാതെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? മേടിക്കാതെ വിടൂല? മേടിക്കാതെ വിടില്ല. ഇവനെ ഞാൻ മേടിക്കാതെ ഞാൻ വിടൂല. ഇവിടെ നോക്ക്. ഇപ്പൊ മനസ്സിലായടാ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്? മനസ്സിലായി. എന്തായാലും ടിന്റുമോനെ, നമ്മൾ ഇത്രയൊക്കെ നടന്നിട്ടും നമുക്കിപ്പോഴാ സമാധാനം. കാരണം ഓണത്തിനുള്ള വടംവലി കാണാൻ പറ്റിയില്ലേ? അങ്ങോട്ട് നോക്കി, അവിടെ വടംവലിയില്ലേ നടക്കണത്? അയ്യോ തിരുമനെ, വടംവലിയല്ല. പിന്നെന്താ? കുടിവെള്ളത്തിന് വേണ്ടി പയ്യന്മാര് കിണറ്റി തൊട്ടിയിട്ട് വലിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. കുടിവെള്ളത്തിന് വേണ്ടി കിണറ്റിന്ന് കയറിട്ട് വലിക്കുക. എന്താ കൂടുന്നാ? കൂടാന്നാ. വീട്ടിലെ 3-4 ഓടി പൊട്ടിരിക്കുക. 2 എടുക്കായിരുന്നു. ആരത്? അല്ല, മുഴുവൻ ചെളി തൂത്ത് വെക്കുക. അയ്യോ, ഇപ്പൊ പണി കിട്ടിയാ എന്റെ അമ്മോ. അമ്മച്ചി, വേസ്റ്റ് വല്ലതുണ്ടാ? എടി ശാന്തേ, അവിടെ വേസ്റ്റായിട്ട് ഒരു സാധനമേ ഉള്ളൂ. എന്ത്? അവർ വല്യച്ഛൻ വേച്ചല്ലേ ഒറ്റ തൂത്ത് പറയ്. ശാന്തേ, നീ എങ്ങാണ്ട് സിംഗപ്പൂരിൽ നീയും ഭർത്താവും കൂടെ കൂടി ഹണിമൂണിന് പോകുന്നെന്നാ? പോവാൻ പറ്റിയില്ലടി. ഞാൻ കണ്ടു സിംഗപ്പൂരിന് പോകാന്ന് പറഞ്ഞ് നീ നിന്റെ ഭർത്താവും കൂടെ കൂടി ജങ്കാര കിടന്ന് കറങ്ങുന്നത്. എടി ഭദ്രകാളി, ഞാൻ പറയുന്നൊന്ന് കേക്കടി. സിംഗപ്പൂർ പോവാഞ്ഞതേ വേറൊന്നും കൊണ്ടല്ല, എന്റെ റേഷൻ കാർഡ് കാണാണ്ട് പോയി, അതുകൊണ്ടാ. കള്ളം പറയുന്ന കേട്ടോ. പറയുന്നൊന്ന് കേക്കടി. റേഷൻ കാർഡ് കൊണ്ട് ആർക്കെങ്കിലും സിംഗപ്പൂർ പോകാൻ പറ്റുമോ? എടി, സിംഗപ്പൂർ പോകാനുള്ള ടിക്കറ്റ് റേഷൻ കാർഡിന്റെ ഉള്ളിലാ വെച്ചത്. ഇവിടെ തടി പോലെ തന്നെ അവിടെ നാക്ക്. ഇവിടെ നാക്ക് പുഴുത്തു പോതിയുള്ളൂ. ചുമ്മാ നീ മച്ചയായി പോയത്. നീ വലിയ വർത്താനം പറയണ്ടേ? നീയും അതൊക്കെ തന്നെയല്ലേ? ആണ്. ഞങ്ങളുടെ വീട്ടിലോട് വന്ന് നോക്കടി. നെല്ലിക്കോട്ട കമ്മത്തി പോലെ 8 പിള്ളേർ ഓടിച്ചാടി കിടക്കുന്നു. എന്റെ ഈശ്വരാ, ഇത് ആരുടെയൊക്കെയാണെന്ന് ദൈവത്തിനറിയാം. ആഹാ, തോന്നിവാസം പറയുന്നു. ഞാൻ കൊല്ലട്ടെ പർവ്വതമേ നിന്നെ. നീ പറഞ്ഞോണ്ട് ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. നീ പറഞ്ഞ കാരണം ഇവിടെ ഞാൻ കൊല്ലുന്നില്ല. എന്റെ പൊന്നി ചേച്ചി, ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ തോട്ടമുക്കത്തെ രമണിയല്ലേ, അവളൊരു പുതിയ വള്ളം മേടിച്ചെന്ന്. രമണി വള്ളം മേടിച്ചു? രമണി വള്ളം മേടിച്ചാൽ എന്നാ തുഴയുന്ന മൊത്തം നാട്ടുകാരല്ലേ? എന്താ എല്ലാവരോടും ഇവിടെ പണി ചെയ്യാതിരുന്ന് ഇങ്ങനെ കുശലം പറിച്ചിലാണല്ലേ? പണിയാ നിൽക്കുന്നു. കണ്ണിൽ എന്റെ മത്തകം കുത്തിയിട്ടുള്ളൂ. പണം നോക്കുന്ന കാണാമല്ലേ? അതൊക്കെ പോട്ടെ ചേച്ചി. ചേച്ചി ഇപ്പൊ ബാങ്ക് മാനേജറുടെ വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട്. ആ സുശീല അതൊരു ലോൺ എടുക്കാൻ പോയതാടാ. ലോൺ എടുക്കാൻ പോയി അവിടെ നിന്ന് പാത്രം കഴുകുന്നത്. ഞാനും പാത്രം ഒന്നും കഴിക്കുന്നില്ല. ഞാൻ കണ്ടതല്ലേ ചേച്ചി, ചേച്ചി അവിടെ നിന്ന് പാത്രം കഴുകുന്നത്. സുശീലോ, ഇപ്പൊ അവക്ക് പാത്രം കഴുകൽ മാത്രമല്ല, ഇപ്പൊ അവൾ അവിടെയാ പൊറുതി.
എടി പോടിയാട്. നീ പോടി മഹാകാളി. നിങ്ങൾ സംസാരിക്ക്, ഞാൻ സംസാരിക്കും. പിന്നെ ചേച്ചിയുടെ മോളെ ആരോ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് അതെന്തായി? അത് കേസിലാ. എന്നിട്ട് അതാ ഡോക്ടറെ പീഡിപ്പിച്ചില്ലെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തന്നു. അയ്യോ, അതെന്താ ഡോക്ടർ അങ്ങനെ സർട്ടിഫിക്കറ്റ് തന്നെ? അത് സർട്ടിഫിക്കറ്റ് തന്ന ശേഷം പുള്ളി അങ്ങ് കയറി അങ്ങ് പീഡിപ്പിക്കായിരുന്നു. എന്നാ പറയാനോ, ഒരു സർട്ടിഫിക്കറ്റ് വേസ്റ്റ് ആയി. കഷ്ടം. ആ സുശീലോ, ഈ ബക്കറ്റ് ഒന്ന് പിടിച്ചാടാ. ബക്കറ്റിലൊക്കെ ഞാൻ അവിടെ അല്ല, ഇതേ പിടിക്കാൻ. എന്നെ കയറി പിടിക്കാതെ. ബക്കറ്റൊക്കെ ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാനും ഇങ്ങനെ അവസരം പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. അവിടെ ഇരിക്കട്ടെ. പാവം പിടിച്ച ചേച്ചിയുടെ ഭർത്താവിനെ സമ്മതിക്കണം. ഭർത്താവ് അയാളുടെ കാര്യം എന്നോട് മിണ്ടി പോകരുത്. ഒരു ഭർത്താവ് വന്നിരിക്കുന്നു. നീ ആ ജംഗ്ഷൻ ചെന്ന് നോക്കിയേ, കുടിച്ച് കൂത്താടി നിൽപ്പുണ്ട്. ഭർത്താവാണത്ര ഭർത്താവ്. എടാ രാവിലെ വന്നിരിക്കില്ല, നിനക്ക് പണിക്കൊന്നും പോകണ്ട. ഗൾഫിലെ വിസ എന്തായി? വിസ വന്നില്ലേ? ആ മെമ്പറേ കാണാനില്ലല്ലോ. എന്നാ വർത്തമാനോ കേശവായി നീ പറയുന്നേ? ഇത്രയും വലിയ എന്നെ കാണാനില്ലെന്നോ? നിന്റെ കണ്ണിന് വല്ല തിമിരമായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞത്, ഈ വഴിയൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ എന്റെ പൊന്നു മെമ്പർ തുപ്പിൽ കയറിക്കുന്നു, ഉപദ്രവിക്കാതെ ഒന്ന് പോടെ. ആ എടാ, പത്രത്തിൽ എന്നാ കൊണ്ട വാർത്തകള് പത്രത്തിൽ വായിച്ചാട്ടെ കേക്കട്ടെ. കണ്ണട എടുത്തില്ല. വയനാട്ടിൽ പഞ്ചായത്ത് മെമ്പറെ തല്ലിക്കൊന്നു. എടാ, അത് പത്രത്തിൽ അച്ചടിക്കെന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ചേട്ടാ, ഒരു കിലോ അരി തന്നെ. ആ മോനെ, അരിക്ക് വില കൂടിയിട്ടുണ്ട്. 40 രൂപയാവും. ഇന്നലെ 25 രൂപയല്ലേ ചേട്ടാ എന്നോട് മേടിച്ചത്. എടാ, ഇത് കേരളവാ. ഇവിടെ മിനിറ്റ് വില കൂടിക്കൊണ്ടിരിക്കുക സാധനത്തിന്. നിനക്കിപ്പോ അരി വേണോ? വേണം, അരി വേണം. ആ അങ്ങനെ പറ. ഞാൻ പോണെന്നാ മെമ്പർ വായിക്കും. എന്റെ പൊന്നു മെമ്പറെ, നിങ്ങളെന്ന് പറഞ്ഞു വിലയെന്ന് കുറച്ച് പറയാനോ? ഹലോ, കാര്യങ്ങളൊക്കെ ആണോ? രാവിലെയോ? ശരി ശരി. ആ മോനെ, അരി 55 രൂപ. എന്നാ കേശവായു വർത്താനം പറഞ്ഞേ? ഇത്ര നേരം 40 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 55. എനിക്ക് ഫോൺ വന്നില്ല, കടയിൽ നിന്ന് ഫോൺ വന്നില്ലേ, 55 രൂപ ആക്കിന്ന്. എന്നാ വർത്താനം ഈ പറയുന്നേ? എടാ, നിനക്ക് അരി വേണോ? പൈസ പാഴ് കേസ് കിട്ടുകൾ. ആദ്യം ഇവിടെ വെക്ക, എവിടെ കൊണ്ടുപോവാ? എന്നാ അരി. പ്രിയമുള്ളവരെ, ഇങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുകയാണെങ്കിൽ സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? ഈ വിലക്കയറ്റത്തിനെതിരെ സംസ്ഥാനമൊട്ടാകെ ഞാൻ ഒരാഴ്ച ഹർത്താൽ പ്രഖ്യാപിക്കുകയാണ്. മെമ്പറേ, മെമ്പർ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. എന്നാ കേശവ, കാര്യം എന്നാ? എനിക്കൊരു കക്കൂസിന് വേണ്ടി ഞാൻ അപേക്ഷ തന്നായിരുന്നു. അതിന്റെ കാര്യം എന്തായി? നീ പഞ്ചായത്തിൽ ഒരു കക്കൂസിന് അപേക്ഷ നൽകി, പക്ഷേ നിനക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു കിണർ അനുവദിച്ചു തന്നില്ലേ? അപ്പൊ രാവിലെ ഞാനും എന്റെ പിള്ളേരും എഴുന്നേറ്റ് കിണറ്റിലോട്ട് പോവാം. എടോ കേശവ, താൻ അങ്ങോട്ട് നോക്കിയേ. സാധാരണ ഈ സ്റ്റോപ്പിലല്ലേ ഇറങ്ങാറ്? അവൻ ഷാപ്പും പിടിക്കല്ലേ ഇറങ്ങാറ്? അവൻ എന്താ വഴി തെറ്റിപ്പോയോ? മലയാറ്റൂർ പള്ളിയിൽ ശിവരാത്രി കൂടണം. എടക്കാൽ വെക്കലടാ മിറ്റിലിന്റെ മോനെ. മലയാറ്റൂർ പള്ളിയിൽ ശിവരാത്രി കൂടണം. വാസുവേ, ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോടാ. ഞാൻ ഈ അമ്മയുടെ മീറ്റിങ്ങിന് പോയിക്കോ. അമ്മയുടെ മീറ്റിങ്ങിന് പോവാൻ നീ ഏത് സിനിമയിലാടാ അഭിനയിച്ചത്? അതിന് അമ്മയുടെ മീറ്റിംഗ് കൂടണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം. എന്റെ പൊന്നിയങ്ങാതി, സിനിമയിൽ അമ്മയുടെ മീറ്റിംഗിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഈ കഴിഞ്ഞ അത്തത്തിന് എന്റെ അളിയനും എന്റെ പെണ്ണുമുള്ള തമ്മിൽ ചെറിയൊരു കശപിച്ചുണ്ടായി. അപ്പൊ അതിന്റെ ദേഷ്യത്തില് പെങ്ങളെയും പിള്ളേരെയും വിളിച്ച് രാഖി രാമേനും അളിയും വീട്ടിലേക്ക് പോയി. ആ പണക്കം തീർക്കാനുള്ള ചർച്ച വിളിച്ചു കൂട്ടിയതാണ് എന്റെ സ്വന്തം അമ്മ. ആ ചർച്ചയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, നീയേ സാധാരണ ഈ സ്റ്റോപ്പിലല്ലോ ഇറങ്ങാറ്, ആ ഷാപ്പിൽ പിടിക്കില്ലേ? ഇന്നലെ ഇവിടെ വന്നിറങ്ങിയത്. അതല്ലേ നമ്മള് കള്ളുകൂടിയാണെന്ന് പറഞ്ഞ എല്ലാരും നമ്മുടെ പുറത്തൊക്കെ പൊതുയോഗം കൂടുക. ഇവിടെ ഇറങ്ങുന്നതിന് സത്യത്തിൽ 4 രൂപ കൊടുത്താൽ മതി. അവൻ എനിക്ക് 50 തരാൻ അവന്റെ ഇല്ലാന്ന്. അപ്പൊ നീ 5 രൂപയാണ് കൊടുത്തത്? ഞാൻ 5 രൂപ കൊടുത്തു. ഞാനാരാ മോൻ? ഞാൻ അവിടെ ചെന്ന് 5 രൂപ പോയിന്റ് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഈ നട്ടപ്പുറ വയറ്റ് ഞാൻ നടന്നിവിടെ വരിക. നീ ഇനിയിപ്പോ ഇവിടെ എങ്ങനെ പോകും? ഇവിടെ നിന്ന് പോണെങ്കിൽ ഒരു 30 രൂപ ഓട്ടോ പിടിച്ചു. 50 രൂപ മുടക്കുന്നു. ഇവരൊക്കെ എവിടെ കിടന്നവനാടാ? ആ പൈസ മേടിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് അയ്യോ, ചില്ലറ ഒരു നിനക്ക് എത്ര രൂപ വേണ്ട? 30 രൂപ. ഇടോ, ആ 30 രൂപ കൊടുത്തു വിടോ. മെമ്പറാന്ന് നോക്കത്തില്ലേ പറഞ്ഞേക്കാം. എടവ നിങ്ങൾ ടെൻഷൻ അടിക്കണം. ഇപ്പൊ പഴയതുപോലൊന്നും അല്ലെന്ന്. എന്റെ പെണ്ണുമ്പോൾ ഇപ്പൊ പഞ്ചായത്ത് പരിപാടി, റോഡ് പണിക്ക് അതിനും ഇതിനൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പൈസ അങ്ങോട്ട് തരാം. ഇങ്ങനെ തന്നാ മതി. എന്റെ ചേട്ടാ, 11 മ്യൂസിയം പഴയതാര മ്യൂസിയം ഒക്കെ വെച്ചോണ്ടിരിക്കാത്ത കാശ് ഇങ്ങോട്ട് താട്ടെ. എന്നാ ഇവിടെ അതിനകത്തിട്ട് തിരുമ്മി ഗാന്ധിയുടെ കണ്ണട കാലുള്ളത്.
ഇയാളിവിടെ മെമ്പറായിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? എന്റെ വാസം നിനക്ക് കണ്ണു കാണാൻ മേലെ. മെമ്പർ ഇത്ര വികസിച്ചാ പോരെ, ഇതിൽ കൂടുതൽ വികസിച്ചാല് ബലൂൺ പെടുന്നല്ലേ പൊട്ടിപ്പോ. വർത്താനൊന്നും പറയണ്ട. ആരാ പറഞ്ഞു ഇവിടെ വികസനം നടക്കുന്നില്ലെന്ന്? ഞാനാ പറഞ്ഞു ഇവിടെ വികസനം നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, അവിടെയല്ലേ ഞാൻ പുതിയ പാലത്തിന് ഏർപ്പാടാക്കിയിരിക്കുന്നത്. എവിടെ? ഈ നാട്ടിൽ അപ്പുറത്ത് ഞാൻ 50 കോടി രൂപയുടെ പാലമല്ല അനുവദിച്ചത്. പിന്നെ ഒരു കുഴപ്പമുണ്ട്, പാലം അനുവദിച്ചു കഴിഞ്ഞപ്പോഴല്ലേ ഒരു പ്രശ്നം പറ്റിയത്. ഇവിടെ പുഴയില്ലെന്ന്. പിന്നെ എന്റെ MP ഫണ്ടിൽ ഞാൻ സ്വാധീനം ചെലുത്തി ഇവിടെ ഇപ്പൊ 1 കോടി രൂപയുടെ പുഴ ഞാൻ അനുവദിച്ചെന്നിരിക്കല്ലേ. എങ്ങനെ താനൊന്നും മിണ്ടാതിരി. ഇവിടെ പാലം വരാത്തിന്റെ പുഴ വരാത്തിന്റെ ടെൻഷനിലിരിക്കുക ഞാൻ. എന്തായാലും മെമ്പർ ഭാഗ്യമുള്ളവനാ. അഴിമതിക്കാരനാണെങ്കിലും ജയിച്ചു. അങ്ങനെ ചുമ്മാതൊന്നും ജയിക്കാൻ പറ്റത്തില്ല. ഇലക്ഷൻ സമയത്തെ എത്ര രൂപയുടെ മദ്യം മേടിച്ചു കൊടുത്തെന്നറിയാമോ? അതല്ലേ, ഞാനിതുപോലെ പണ്ടൊരു വർഷം ഇലക്ഷൻ വന്നപ്പോ മദ്യം മേടിച്ചു കൊടുത്തു. പക്ഷെ ഞാൻ വിജയിച്ചില്ല. അതെന്താ കാര്യം? എന്താ കാര്യം? ഞാൻ മേടിച്ചു കൊടുത്തു വ്യാജനെ. അത് കഴിച്ചതും അവരെ 2 കണ്ണും അങ്ങ് അടിച്ചു. പക്ഷെ ഉള്ളത് പറയാലോ, അവർ കൃത്യമായിട്ട് വോട്ട് ചെയ്യാൻ വന്നു. പക്ഷെ കുത്തിയതൊക്കെ വേറെ ജനത്തിലായി പോയി. മറ്റുള്ള സ്ഥാനാർത്ഥിമാരൊക്കെ ജയിച്ചും പോയി, ഞാനൊക്കെ തോറ്റും പോയി. അച്ഛനോട് ഇരിക്കാനൊന്നും സമയമില്ല കുഞ്ഞാടെ. എന്നാ ഒരു കാര്യം ചെയ്ത് ഈ പത്രം ഒന്ന് വായിക്കും. പാതിരിയായതിനു ശേഷം പത്രങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല കുഞ്ഞാടെ. അയ്യോ അച്ഛൻ, ഒരു 11 ഇപ്പൊ 4:45 പാതിരാത്രിയുടെ കാര്യമല്ല കുഞ്ഞെ പറഞ്ഞത്. അച്ഛനായതിനു ശേഷം, പാതിരിയായതിനു ശേഷം ഞാൻ പത്രങ്ങളൊന്നും വായിക്കാറില്ല. അതെന്താ അച്ഛാ അങ്ങനെ സംഭവിച്ചത്? ഏത് നേരവും മീഡിയ ലേഖനം വായിക്കുന്നത് കൊണ്ട് എപ്പോഴാണ് കുഞ്ഞെ സമയം കിട്ടുക? അതാണ് കാരണം. അത് കാരണമാണ് പത്രം വായിക്കാത്തത്. അതാണ് കാരണം. അച്ഛനിവിടെ ഇരുന്ന് ഇച്ചിരി നേരം വിശ്രമിച്ചിട്ട് പോയാ മതി. ഇല്ല കുഞ്ഞാടെ, വില്ലേജ് ഓഫീസ് വരെ അർജന്റായി പോകേണ്ട ആവശ്യമുണ്ട്. ദയവ് ചെയ്ത് അവിടേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തന്നാലും. എടവേ, നീ വില്ലേജ് ഓഫീസിന്റെ ഇല്ലല്ലേ പോകുന്നത്? അച്ഛനെ കൊണ്ട് നായിക്ക്. അത് ശരിയാവില്ല, ഞാൻ വേറൊരു വഴിക്കാ പോണേ. കേട്ടോ, നീ അങ്ങോട്ടല്ലേ പോണത്? ആ വഴി ഒന്ന് കാണിച്ചു കൊടുക്ക അച്ഛന്. ഞാൻ വേറെ വഴിക്കാന്ന് പോണേ. വില്ലേജ് ഓഫീസ് അവിടെയല്ലേ, ഞാൻ അങ്ങോട്ട് പോണേ. പൊന്നു കുഞ്ഞാടെ, അവിടേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തന്നാൽ നിനക്ക് ഞാൻ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തരാം. എങ്ങനെ? അതായത് നീ അങ്ങോട്ടുള്ള വഴിയൊന്ന് കാണിച്ചു തരികയാണെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി? അതെ അച്ഛൻ. അതെ കുഞ്ഞാടെ. പിന്നെ ഈ വില്ലേജ് ഓഫീസിലേക്കുള്ള വഴി അറിയാൻ പാടാത്ത അച്ഛനെ എനിക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കാണിക്കാൻ പോണം. എന്തായാലും എല്ലാം കണ്ടു. പക്ഷെ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പ്രശ്നം പരിഹരിക്കാനും കണ്ണീരൊപ്പാനും ഇവിടെ ആർക്കും നേരില്ലാണ്ടായിരിക്കണം. പക്ഷെ ഇവിടുത്തെ ഭരണകൂടത്തെ കുറ്റം പറയാൻ പറ്റില്ല. ദേ ഇവിടുത്തെ ഓരോ മുക്കിലും മൂലയിലും ഇവിടം സ്വർഗമാണ്, ഇവിടം സ്വർഗമാണെന്ന് ബോർഡ് കണ്ടില്ലേ? അയ്യോ, അത് ഇവിടെ സ്വർഗമാണെന്നല്ല, മോഹൻലാലിന്റെ ഒരു സിനിമയുടെ പോസ്റ്ററാണ് ഇവിടെ സ്വർഗമാണെന്ന്. ശരിക്കും ഇത് മമ്മൂട്ടിയുടെ സിനിമയുടെ പേരുള്ളതാണ്. ഏത് സിനിമ? ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല. അതല്ല അങ്ങയുടെ ഇഷ്ടം പോലെ. നമ്മുടെ പ്രജകളുടെ സന്തോഷത്തിനായല്ലേ നമ്മൾ കേരളത്തിലേക്ക് വന്നത്. എന്നിട്ടെന്താ ഈ പണക്കാരായ ചെറുപ്പക്കാരിവിടെ നിന്ന് കരയണത്? എന്റെ പൊന്നു തിരുമേനി, ഞങ്ങളെ രക്ഷിക്കണം. ഇവിടെ സ്മാർട്ട് സിറ്റി വരുമെന്നും പറഞ്ഞ് ഇല്ലാത്ത കാശ് മുഴുവൻ മുടക്കി ഞങ്ങൾ ഈ ഭൂമി മുഴുവൻ മേടിച്ചു. ഒടുവിൽ സ്മാർട്ട് സിറ്റി വന്നില്ല, ഞങ്ങളുടെ കാശ് മുഴുവൻ തീരുകയും ചെയ്തു. അതുകൊണ്ട് തിരുമേനി ഇടപെട്ട് ഞങ്ങളുടെ ഈ 3 ഫ്ലാറ്റെങ്കിലും ഒന്ന് വിറ്റ് തരണം. ഫ്ലാറ്റ് വിൽക്കാനോ? ഇതുപോലെ പണ്ടൊരു ഭൂമി ഇടപാടിൽ നാം പെട്ടുപോയതാണ്. അങ്ങനെയല്ലേ വാമനൻ നമ്മെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്. ഇപ്പൊ നമുക്കൊരു സംശയം, ടിൻഡുമോന്റെ രൂപത്തിൽ നിങ്ങൾ വാമനാക്കി ഇവനെ വിട്ടതാണെന്നൊരു സംശയം. അതുകൊണ്ട് നാം ഈ ഭൂമി ഇടപാടിലില്ല. ഏതായാലും ഇത്രയൊക്കെയായി മാവേലിത്തമ്പുരാനും പോയി. ഇത് എന്റെ പഴയ പണി തുടങ്ങാം. എങ്കിലും നിങ്ങളും ഞാനുമായുള്ള ബന്ധങ്ങളെ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു SMS. ഗോളുകൾ പൂക്കും കാൽപന്ത് കാലം, നാലാണ്ടിൽ ഒത്തുചേർന്നൊരു നാടുടർത്തുന്ന കാലം. പാതിരാവില്ല, പകൽ മായുകില്ല, ഫുട്ബോളിൻ കളിനിലങ്ങളിൽ പൂട്ടുരയണ മേളം. ഉന്മാദമീ വേള, ഉല്ലാസമീ നാള, ഏറെ ആവേശമോടെ നെഞ്ചിലേറ്റുന്നു നമ്മൾ. അതിരുകളില്ല ഫാൻസുകളായി ഒന്നായൊരു മനമോടെ ഓളടിച്ചവൻ നാടിൻ താരമായിടും ആരാധകരിൽ ഹൃദയത്തിൽ ചേക്കേറും.
അങ്ങുമിങ്ങുമായി വാപ്പയറ്റുകളുമേറെ തീപാ